മൈത്രി എന്ന ആശയത്തെ ഇന്ത്യയുടെ അതിദീർഘമായ ചരിത്രത്തിൻ്റെ പിന്നാമ്പുറത്ത് നിന്ന് കണ്ടെടുത്ത് നമ്മുടെ കാലത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക പരിവർത്തനത്തിൻ്റെ കേന്ദ്ര സങ്കല്പനങ്ങളിലൊന്നായി പരിവർത്തനപ്പെടുത്തിക്കൊണ്ടാണ് അംബേദ്കർ തൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അവസാന ഘട്ടം പിന്നിട്ടത്. അംബേദ്കർ നമുക്കൊക്കെ അറിയുന്നത് പോലെ പല പടവുകളിലൂടെ സഞ്ചരിക്കുകയും ഇന്ത്യയെ ഒരു ആധുനിക സമൂഹമാക്കുന്നതിൻ്റെ അനിവാര്യമായ മുന്നുപാധി എന്ന് അദ്ദേഹം എക്കാലത്തും കരുതിക്കൊണ്ടിരുന്ന ജാതി നിർമൂലനത്തിന് വേണ്ടിയുള്ള പലതരം പരിശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത ഒരാളാണ്. 1935 യോല പ്രഖ്യാപനത്തിൽ താനൊരു ഹിന്ദുവായി മരിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം ബുദ്ധമതം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരിഗണനാ വിഷയമായിരുന്നു എങ്കിലും 50കളിൽ നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചതിനെ തുടർന്നുള്ള കാലത്താണ് ബുദ്ധമതത്തെക്കുറിച്ച് അദ്ദേഹം വളരെ കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കുകയും ബുദ്ധമതത്തെ മുൻനിർത്തുന്ന 2-3 പ്രാമാണിക ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്തത്. നേപ്പാളിൽ നടത്തിയ പ്രസംഗം ബുദ്ധ ആൻഡ് മാർക്സ് എന്ന പേരിലും അദ്ദേഹത്തിൻ്റെ മരണാനന്തരം പുറത്തു വന്ന ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ, ബുദ്ധനും അദ്ദേഹത്തിൻ്റെ ധർമ്മവും എന്ന ഗ്രന്ഥവും, ബുദ്ധ ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് ഹിസ് ഫിലോസഫി, ബുദ്ധനും അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ ഫ്യൂച്ചർ ഓഫ് ഹിസ് റിലീജിയൻ, അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ ഭാവിയും എന്നീ 3 സുപ്രധാന ഗ്രന്ഥങ്ങൾ 1950കളിൽ അദ്ദേഹം എഴുതുകയുണ്ടായി. അതിൽ ബുദ്ധമതത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം എന്നല്ല, മഹാബോധിയുടെ ഒരു പതിപ്പിൽ എഴുതിയ ദീർഘമായ പഠനമാണ്. മറ്റു 2ഉം ഗ്രന്ഥരൂപത്തിലാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതിലെല്ലാം റാഡിക്കൽ ഡെമോക്രസി എന്നൊരാശയത്തെ അദ്ദേഹം വികസിപ്പിക്കാൻ ശ്രമിക്കുകയും ആ വികാസ സങ്കല്പത്തിൻ്റെ കേന്ദ്രത്തിൽ ബുദ്ധമതത്തെ കൊണ്ടുവരികയും, എന്നാൽ ബുദ്ധമതം എന്നത് 2500 വർഷമായി നിലനിന്നു പോരുന്ന അതിൻ്റെ ഔപചാരിക യുക്തികൾക്കകത്ത് ആധുനിക ഇന്ത്യയുടെ സാമൂഹ്യ പരിവർത്തനത്തിന് ഉപയുക്തമാകുന്ന ഒന്നല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബുദ്ധമതത്തിൻ്റെ തന്നെ ചില അടിസ്ഥാന തത്വങ്ങളെ പുനരാലോചനയ്ക്ക് വിധേയമാക്കുകയും ചെയ്താണ് അംബേദ്കർ തൻ്റെ ബൗദ്ധ ദർശനത്തെയും തൻ്റെ രാഷ്ട്രമീമാംസയെയും വികസിപ്പിച്ചെടുത്തത്. അത്തരമൊരു പരിവർത്തന പുനർവിഭാവന പ്രക്രിയയുടെ കേന്ദ്രങ്ങളിലൊന്നായിരുന്നു മൈത്രി എന്ന അദ്ദേഹത്തിൻ്റെ സങ്കല്പം. അത് വളരെ പഴയൊരു സങ്കല്പമാണ്. ഒരുപക്ഷെ മലയാള ഭാവനയെ സംബന്ധിച്ച് മൈത്രി എന്ന സങ്കല്പം അതിനും കുറേ മുമ്പ് മലയാളിയുടെ ഒരു അടിസ്ഥാന സാമൂഹിക സങ്കല്പനം എന്ന നിലയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് കുമാരനാശാൻ്റെ ചണ്ടാലഭിക്ഷികയിലാണ്. ചണ്ടാലഭിക്ഷികയിൽ ആശാൻ മൈത്രി എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. വളരെ സവിശേഷമായ രീതിയിൽ മൈത്രി എന്ന ആശയത്തെ ആശാൻ അവിടെ വിശദീകരിക്കുന്നുണ്ട്. ആശാൻ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് സ്നേഹം താൻ ജീവിതം ശ്രീമൻ, സ്നേഹവ്യാഹതി തന്നെ മരണം, സ്നേഹം നരകത്തിൻ ദ്വീപിൽ സ്വർഗഗേഹം പണിയും പടുത്വം എന്നൊക്കെ സ്നേഹതത്വം ഇങ്ങനെ പല രൂപത്തിൽ വിശദീകരിച്ചതിന് ശേഷം എന്തുകൊണ്ട് ഇത് ശരിയാകുന്നു, എന്തുകൊണ്ട് ഈ സ്നേഹതത്വം പരമപ്രധാനമാകുന്നു എന്ന് പറയുന്ന സമയത്ത് ആശാൻ മൈത്രി എന്ന വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അമ്മതൻ നെഞ്ഞു ഞരമ്പിൽ തങ്ങി ചെമ്മേ ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞ തൂ അമൃതാക്കും മൈത്രി നമ്മോടതോതുന്നു രാജൻ എന്ന് ആശാൻ എഴുതുന്നുണ്ട്. ഇങ്ങനെ ചോരയെ മുലപ്പാലാക്കി മാറ്റുന്ന, ഒരേ സമയം ജൈവികവും അതേസമയം സാമൂഹികവുമായ ഒരു വലിയ പരിവർത്തനത്തിൻ്റെ ഭാവശക്തിയായി മൈത്രിക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഒരുപക്ഷെ മലയാളിയോട് ആദ്യം പറയുന്നത് കുമാരനാശാനാണ്. അതിന് പിന്നീട് അംബേദ്കർ മൈത്രി എന്ന ആശയത്തെക്കുറിച്ച് എഴുതുന്ന സമയത്ത് അദ്ദേഹം മൈത്രി എന്ന സങ്കല്പത്തെ വിശദീകരിക്കുന്നത് മറ്റൊരു നിലയിലാണ്. അദ്ദേഹം ബുദ്ധമതത്തിലെ മൈത്രി സങ്കല്പത്തെ തന്നെയാണ് പിൻപറ്റുന്നതെങ്കിലും അതിനെ അതേപടി അദ്ദേഹം ആവർത്തിക്കുകയല്ല ചെയ്യുന്നത്. എങ്ങനെയാണ് ബുദ്ധമതത്തിലെ മൈത്രി സങ്കല്പത്തിൽ നിന്ന്
ആധുനികമായൊരു രാഷ്ട്രമീമാംസയുടെ തത്വത്തിലേക്ക് അദ്ദേഹം അതിനെ രൂപാന്തരപ്പെടുത്തിയത് എന്നതിനെക്കുറിച്ചുള്ള ചില ആശയങ്ങളാണ് ഞാൻ മുഖ്യമായിട്ടും ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ട് നമ്മുടെ കാലത്തിന് അത് വളരെ അനിവാര്യമായിരിക്കുന്നു എന്നതിനെക്കുറിച്ചും. അവസാനം പറഞ്ഞ കാര്യം ഞാൻ തുടക്കത്തിൽ പറയാം എന്ന് കരുതുന്നു. എന്തുകൊണ്ടാണ് മൈത്രി ആവശ്യമായിരിക്കുന്നത്? മൈത്രി എന്നതിൻ്റെ ഏറ്റവും പ്രാഥമികമായ അർത്ഥം, ഞാനതൊരു അംബേദ്കറൈറ്റ് ഭാവനയ്ക്കകത്തെ ആശയം എന്ന നിലയ്ക്കല്ല, ആ പദം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രാഥമികമായ അർത്ഥം തന്നെ അത് സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ് എന്ന അർത്ഥത്തിലാണ്. പ്രാചീന ഉപനിഷത്തുകളിൽ തന്നെ ആ അർത്ഥത്തിൽ മൈത്രി എന്ന പദം വരുന്നുണ്ട്. മോണിയർ വില്യംസിൻ്റെ സംസ്കൃത ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ തന്നെ അദ്ദേഹം ഈ പദത്തിൻ്റെ ചരിത്രം പ്രതിപാദിക്കുകയും പാണിനിയുടെ അഷ്ടാധ്യായിയിലും ശതപഥ ബ്രാഹ്മണത്തിലും തൈത്തിരീയ സംഹിതയിലും യോഗസൂത്രത്തിലുമൊക്കെ ഈ വാക്ക് പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ച് പല പണ്ഡിതന്മാരും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മൈത്രി സങ്കല്പം വൈദിക സാഹിത്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം, വൈദിക സാഹിത്യത്തിൻ്റെ അനുഷ്ഠാനപരതയിൽ നിന്ന് വൈദിക സാഹിത്യം തന്നെ ഒരു മൂല്യവ്യവസ്ഥയിലേക്ക് പരിണമിക്കാൻ, ഫ്രം ദ റിച്വൽസ് ടു ദ വെർച്യൂസ്, അനുഷ്ഠാന പാരമ്പര്യത്തിൽ നിന്ന് മൂല്യ പാരമ്പര്യത്തിലേക്ക് പരിവർത്തനപ്പെടാനുള്ള വൈദിക സാഹിത്യത്തിൻ്റെ അവസാന ഘട്ടത്തിലെ ചില ഊന്നലുകളാണ് മൈത്രി എന്ന ആശയം അവിടെ പ്രത്യക്ഷപ്പെടുന്നതിന് കാരണമായത് എന്നും അതേക്കുറിച്ച് പഠിച്ച പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ചാന്തോക്യത്തിൽ മൈത്രി എന്ന വാക്ക് അതേപടി പ്രത്യക്ഷപ്പെടുന്നില്ലെങ്കിലും മൈത്രി എന്ന ആശയം പ്രത്യക്ഷപ്പെടുന്നതായി പഠിതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ നിലയിൽ ആലോചിച്ചാൽ ഒരു ബൗദ്ധ പാരമ്പര്യത്തിന് മുമ്പ് തന്നെ മൈത്രി എന്ന സങ്കല്പം ഏറെക്കുറെ ഇന്ത്യയുടെ ഭൂതകാല ഭാവനയിൽ പല രൂപത്തിൽ വരുന്നുണ്ട്. പക്ഷേ അത് അടിസ്ഥാനപരമായി സൗഹൃദം, മിത്രശബ്ദത്തിൽ നിന്നാണ് മൈത്രി എന്ന ആശയം തന്നെ രൂപപ്പെടുന്നത്. സൗഹൃദം എന്നർത്ഥത്തിൽ, സ്നേഹം എന്ന അർത്ഥത്തിൽ. ഈ സൗഹൃദാർത്ഥത്തിൽ നിന്ന് മൈത്രി സങ്കല്പം മറ്റൊരു മൂല്യവ്യവസ്ഥയിലേക്ക് പരിണമിക്കുന്നത് ബുദ്ധമതത്തിനകത്താണ്. ബുദ്ധമതം ജന്മം നൽകിയ 4 പ്രധാനപ്പെട്ട തത്വങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായതാണ് മൈത്രി എന്ന ആശയം. 4 ബ്രഹ്മവിഹാരങ്ങൾ എന്ന് ബുദ്ധസങ്കല്പത്തിൽ വരുന്ന മൈത്രി, കരുണ, മുദിതം, ഉപേക്ഷ എന്നിങ്ങനെ 4 അടിസ്ഥാന മൂല്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് മൈത്രി എന്ന ഭാവന ബുദ്ധമതത്തിൽ വരുന്നത്. അവിടെ എത്തുമ്പോഴേക്കും മൈത്രി സങ്കല്പത്തിനുള്ളിൽ മുൻപില്ലാത്ത ചില ഊന്നലുകൾ പ്രത്യക്ഷപ്പെടുന്നതായി അതേക്കുറിച്ച് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം അല്ലെങ്കിൽ സ്നേഹഭാവം എന്ന സാമാന്യ അർത്ഥത്തിൽ നിന്ന് ലവിങ് കൈൻഡ്നെസ്, സ്നേഹപൂർണമായ കാരുണ്യം എന്ന അർത്ഥത്തിലേക്ക് മൈത്രി എന്ന പദത്തിൻ്റെ അർത്ഥം പരിണമിക്കുന്നു എന്ന് മാത്രമല്ല, ഈ മൈത്രി എന്ന് പറയുന്നത് മനുഷ്യരുടെ അടിസ്ഥാനപരമായ ഹ്യൂമൻ സോളിഡിറ്റിയെ, മാനുഷികതയുടെ അടിസ്ഥാന ഭാവത്തെ ഉറപ്പിക്കുന്ന മൂല്യങ്ങളിലൊന്നായിട്ട് മൈത്രി എന്ന സങ്കല്പം രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ 1-ാം ഘട്ടത്തിൽ വൈദിക സാഹിത്യത്തിൻ്റെ അവസാനത്തിലും സംസ്കൃത വിജ്ഞാന പാരമ്പര്യത്തിലും സൗഹൃദം എന്ന അർത്ഥത്തിലാണ് മൈത്രി എന്ന സങ്കല്പം വരുന്നതെങ്കിൽ, 2ാമത്തെ ഒരു ഘട്ടത്തിൽ ബൗദ്ധ പാരമ്പര്യത്തിലേക്ക് എത്തുമ്പോഴേക്കും അത് ലവിങ് കൈൻഡ്നെസ്, സ്നേഹപൂർണമായ കാരുണ്യം എന്ന അർത്ഥത്തിലേക്ക് അത് എത്തിച്ചേരുന്നു. ഒപ്പം തന്നെ വ്യക്തിസ്വത്വത്തിൻ്റെ ആധാരങ്ങളിലൊന്നായിട്ട് മൈത്രിയെ അത് രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നാണ് അംബേദ്കറൈറ്റ് ചിന്തയിലെ അടുത്തൊരു ഘട്ടത്തിലേക്ക് ഈ ആശയം പോകുന്നത്. ഈ ആശയം വിശദീകരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ അവസാനകാല കൃതിയായ ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ എന്താണ് പിന്നീടത് വിവർത്തനം ചെയ്യപ്പെടുന്നത്, പാലിയിലെ ധമ്മം തന്നെയാണ് ധർമ്മ എന്ന് വിവർത്തനം ചെയ്യപ്പെടുന്നത്. ആ കൃതിയിൽ അത് അദ്ദേഹം എഴുതി പൂർത്തിയാക്കാൻ വളരെ കൂടുതൽ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അതിൻ്റെ അവസാന പതിപ്പ് പരിശോധിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെങ്കിലും അത് പരിപൂർണമായി അച്ചടിച്ച് എത്തുന്നതിന് മുമ്പ് അംബേദ്കർ മരണപ്പെടുകയാണ് ചെയ്തത്. 1956 ഒക്ടോബറിൽ അദ്ദേഹം 5 ലക്ഷം അനുയായികളോടൊപ്പം ബുദ്ധമതത്തിലേക്ക് പരിവർത്തനപ്പെട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മതപരിവർത്തനത്തിന് പിന്നാലെ ഏതാണ്ട് 2 മാസത്തിനുള്ളിൽ അദ്ദേഹം മരണമടയുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ താൻ മുമ്പോട്ട് വയ്ക്കാൻ ശ്രമിച്ച ബൗദ്ധമായ ജീവിത സങ്കല്പം അദ്ദേഹം നവയാനം എന്ന് പേരിട്ട് വിളിച്ച ഹീനയാനവും മഹായാനവും വജ്രയാനവും പോലുള്ള പരമ്പരാഗതമായ മതസങ്കല്പങ്ങളിൽ നിന്ന് ഭിന്നമായി
താൻ മുമ്പോട്ട് വയ്ക്കുന്ന സാമൂഹിക വീക്ഷണത്തിൻ്റെ പ്രായോഗിക സ്വരൂപം എന്താണ് എന്ന് പ്രവൃത്തിയിൽ കാണിക്കാനുള്ള ഒരവസരം അദ്ദേഹത്തിന് കൈവന്നു എന്ന് പറയാൻ പറ്റില്ല. അതിനു മുമ്പ് അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ അടിസ്ഥാനപരമായി ഈ ആശയത്തെ സൂചിപ്പിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ ആ പുസ്തകത്തിലുണ്ട്. ഒന്ന്, എന്താണ് മൈത്രി എന്ന് വിശദീകരിക്കാൻ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു പഴയ കഥയാണ്. ബുദ്ധൻ ഭിക്ഷുക്കളോട് പറയുന്ന ഒരു കഥ. ഈ ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ എന്ന കൃതി നോക്കിയാൽ അതേക്കുറിച്ച് പിന്നെ പഠിച്ച വലിയ ബൗദ്ധ പണ്ഡിതനായ സംഘരക്ഷിത പോലുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, അംബേദ്കർ മുഖ്യമായും ബുദ്ധമതത്തിലെ എല്ലാ പ്രാമാണിക ഗ്രന്ഥങ്ങളെയും ഒരുപോലെ പരിഗണിക്കുന്നില്ല. ത്രിപിടകങ്ങളിൽ സുത്തപിടകവും വിനയപിടകവും അദ്ദേഹം വലിയ തോതിൽ ആശ്രയിച്ചിട്ടുണ്ടെങ്കിലും അഭിധമ്മ പിടകത്തെ അദ്ദേഹം അതേ അളവിൽ ആശ്രയിക്കുന്നില്ല. അതൊരു പിൽക്കാല കൂട്ടിച്ചേർപ്പാണ് എന്ന് അദ്ദേഹം കരുതുന്നു. അതുപോലെ ബുദ്ധൻ്റെ പരിവ്രാജകത്വത്തിലേക്കുള്ള സഞ്ചാരം, മരണവും രോഗവും ഒക്കെ കണ്ടതുകൊണ്ട് ബുദ്ധനുണ്ടായ ഒരു ലോകത്തെക്കുറിച്ചുണ്ടായ ഒരു വിരക്തിയാണ് ബുദ്ധനെ പരിവ്രാജകത്വത്തിലേക്ക് നയിച്ചത് എന്ന ആശയം അംബേദ്കർ സ്വീകരിക്കുന്നില്ല. അത് തെറ്റായൊരു നിരീക്ഷണമാണ് എന്നാണ് അംബേദ്കർ കരുതുന്നത്. തൻ്റെ 29-ാം വയസ്സിലാണ് ബുദ്ധൻ ആദ്യമായും മരണവും ജരാനരയും വാർദ്ധക്യവും ഒക്കെ കണ്ടത് എന്നത് അവിശ്വസനീയമായ കാര്യമാണ്. വാസ്തവത്തിൽ സാമൂഹികമായ വൈരുദ്ധ്യങ്ങളുണ്ടാക്കിയ ദുഃഖമാണ് ബുദ്ധനെ പരിവ്രാജകനാക്കി മാറ്റിയത് എന്ന നിരീക്ഷണമാണ് അംബേദ്കർ സ്വീകരിക്കുന്നത്. ഇത് വാസ്തവത്തിൽ അംബേദ്കറുടേത് മാത്രമല്ല, DD കൊസാംബിയുടെ പിതാവായ ധർമാനന്ദ് കൊസാംബി, അദ്ദേഹത്തിൻ്റെതാണ് ബുദ്ധൻ്റെ ഏറ്റവും പ്രൗഢമായ ജീവചരിത്രം ഭഗവാൻ ബുദ്ധൻ എന്ന പേരിൽ അത് മലയാളത്തിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ കൃതിയിലാണ് അദ്ദേഹം, അതുപോലെ തന്നെ തഥാഗതൻ എന്ന പേരിൽ ധർമാനന്ദ് കൊസാംബി എഴുതിയ ഒരു നാടകം, ഇത് രണ്ടിലുമാണ് ഈ പരിവ്രാജകത്വത്തിൻ്റെ പിന്നിലെ പ്രേരണ ജരാനരകളെയും മരണത്തെയും രോഗത്തെയും കണ്ടപ്പോൾ ബുദ്ധനുണ്ടായ വ്യക്തിപരമായ ജീവിത വിരക്തി അല്ലെന്നും, മറിച്ച് ശാക്യർക്കും കോളിയർക്കും ഇടയിലുള്ള സംഘർഷം, നദീജലത്തെ ചൊല്ലി അവർക്കിടയിലുണ്ടായ സംഘർഷമാണ് ഈ വലിയ വിരക്തിയിലേക്ക് അദ്ദേഹത്തിനെ നയിച്ചതെന്നും അദ്ദേഹം വീട് വിട്ടിറങ്ങാൻ തയ്യാറാകുന്നത് ഈ വിരക്തി മൂലമാണ് എന്നുമുള്ള ധർമാനന്ദ് കൊസാംബിയുടെ നിരീക്ഷണമാണ് അംബേദ്കർ സ്വീകരിക്കുന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. കാരണം വ്യക്തിപരമായ മോക്ഷത്തിലോ വ്യക്തിപരമായ പരിത്യാഗത്താലോ വ്യക്തിപരമായ വിരക്തിയാലോ അഥവാ ദുഃഖമെന്നതിനെ വ്യക്തിപരമായ ഒരു ആധാരത്തിൽ കാണുന്നതിന് പകരം ദുഃഖത്തെ അടിസ്ഥാനപരമായ ഒരു സാമൂഹിക ഭാവമായി കാണണം. 4 ആര്യസത്യങ്ങൾ എന്ന് പറയുന്ന ബുദ്ധമതത്തിലെ പരമപ്രമാണമായ ദുഃഖം, ദുഃഖകാരണം, ദുഃഖനിവാരണം, ദുഃഖനിവാരണ മാർഗം എന്നതിൽ ദുഃഖമെന്നത് അടിസ്ഥാന സത്യമാണ് എന്ന് കണ്ടാൽ പിന്നെ മനുഷ്യന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ദുഃഖത്തെ സാമൂഹികമായി കാണണം എന്ന് ധർമാനന്ദ് കൊസാംബി നിരീക്ഷിക്കുന്നതിനെ തന്നെ ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ ബുദ്ധമത തത്വങ്ങളെ തൻ്റെ ആശയത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ ഭിക്ഷു സങ്കല്പത്തെയും സംഘം, ശരണത്രയത്തിൽ ധർമ്മം, ബുദ്ധം എന്നീ ശരണസങ്കല്പങ്ങളെ പിൻപറ്റുമ്പോൾ തന്നെ അന്ന് നിലനിന്നിരുന്ന സംഘ പാരമ്പര്യത്തോട്, ബൗദ്ധ സംഘങ്ങളോട് അംബേദ്കർ പൊതുവെ വിയോജിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ബുദ്ധമതത്തിൻ്റെ തന്നെ അടിസ്ഥാന പ്രമാണങ്ങളെ തന്നെ പുനരാലോചനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടും ചില അടിസ്ഥാന ഗ്രന്ഥങ്ങളെ വൻതോതിൽ ആശ്രയിച്ചും മറ്റ് ചിലത് പിൽക്കാല കൂട്ടിച്ചേർപ്പാണ് എന്ന് പറഞ്ഞ് നിരാകരിച്ചും തൻ്റെതായ ഒരു ബൗദ്ധ പദ്ധതിയെ അംബേദ്കർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. വാസ്തവത്തിൽ ആ പുനർവിഭാവനത്തിൻ്റെ പിന്നിലുള്ള മൗലികമായ ഒരു പ്രേരണ ഞാൻ കരുതുന്നത് 1920-കൾ മുതൽ ഏതാണ്ട് 40-കൾ വരെയൊക്കെ അംബേദ്കറെ പ്രചോദിപ്പിച്ചു കൊണ്ടിരുന്ന, തൻ്റെ സാമൂഹിക വിമോചന യുക്തിയുടെ ആധാരമായി അദ്ദേഹം സ്വീകരിച്ചിരുന്ന പാശ്ചാത്യ ആധുനികതയുടെ യുക്തിവിചാരം കൊണ്ട് മാത്രം മറികടക്കാവുന്ന ഒന്നല്ല ജാതിബന്ധങ്ങളും അതുണ്ടാക്കുന്ന സാമൂഹിക വിവേചനവും എന്ന ബോധ്യം കൂടി അതിൻ്റെ പിന്നിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. 1956 മാർച്ച് 6-ന് ആഗ്രയിൽ നടത്തിയ പ്രസംഗത്തിൽ അംബേദ്കർ പറയുന്ന ഒരു കാര്യം, വിത്തൗട്ട് റിലീജിയൻ അവർ സ്ട്രഗിൾ വിൽ നോട്ട് സർവൈവ്. റിലീജിയൻ ഇല്ലാതെ, മതമില്ലാതെ നമ്മുടെ സമരം വിജയിക്കില്ല. സാധാരണ നിലയിൽ അംബേദ്കറെ പോലെ ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു പ്രസ്താവനയല്ല. അംബേദ്കർ വളരെ റാഷണലായിട്ടുള്ള, ആ റാഷണൽ തിങ്കിങ്ങിൻ്റെയും അതുവഴിയുള്ള വ്യവസായവൽക്കരണം, നഗരവൽക്കരണം, വിദ്യാഭ്യാസ വ്യാപനം, ഇതിലൂടെയൊക്കെ ആധുനിക സമൂഹ രൂപീകരണത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന്
പൊതുവിൽ കരുതിയിരുന്ന ഒരു ഘട്ടം അംബേദ്കറുടെ ജീവിതത്തിലുണ്ട്. അതിൻ്റെ അടുത്ത ചുവടിലാണ് വാസ്തവത്തിൽ അദ്ദേഹം ഈ പറയുന്ന മതം എന്ന് പറയുന്ന ഒന്നിനെ പ്രധാനമായി കാണുന്നത്. മതം എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കേണ്ടത് റിലീജിയൻ ഓഫ് റിച്വൽസ് അല്ല, റിലീജിയൻ ഓഫ് വാല്യൂസ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, സെക്യുലർ ലോസ് എന്ന് പറയുന്നത് വ്യക്തികൾക്ക് മറികടക്കാനോ നിരസിക്കാനോ കഴിയും, മറിച്ച് ഒരു മതമൂല്യം എന്നത് മനുഷ്യരൊരു ധാർമ്മിക ബാധ്യതയായി ഏറ്റെടുക്കും. അങ്ങനെ ഒരു ധാർമ്മിക ബാധ്യതയായി ഏറ്റെടുക്കുന്ന മൂല്യമായി മൈത്രി എന്ന സങ്കല്പത്തെ ആധുനിക രാഷ്ട്രത്തിൻ്റെ ശരീരത്തിൽ സ്ഥാപിച്ചെടുക്കണം എന്നതായിരുന്നു അംബേദ്കറുടെ ഒരു വീക്ഷണം. ഈ വീക്ഷണത്തിൻ്റെ ഭാഗമായി വ്യക്തിസ്വത്വത്തിൻ്റെ ആധാരശില എന്ന നിലയിലേക്ക് മൈത്രി എന്ന സങ്കല്പത്തെ ഉറപ്പിക്കുന്ന ഒന്നായിട്ടാണ് അദ്ദേഹം അതിനെ ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ എന്ന കൃതിയിൽ അവതരിപ്പിക്കുന്നത്. ബുദ്ധൻ ഭിക്ഷുക്കളോട് ചോദിക്കുന്ന 3-4 ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവുമായിട്ട് അദ്ദേഹം അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ബുദ്ധൻ ഭിക്ഷുക്കളോട് ചോദിക്കുന്നു, ഒരാൾ ഭൂമി കുത്തിക്കുഴിക്കാൻ ശ്രമിക്കുന്നു എന്ന് കരുതുക, ഭൂമി അതിനെ ചെറുക്കുമോ? ചെറുക്കില്ല എന്ന് ഭിക്ഷുക്കൾ പറയുന്നു. അതുപോലെ ഒരാൾ വായുവിൽ ചിത്രം വരയ്ക്കാൻ ശ്രമിക്കുന്നു, നിറങ്ങൾ കൊണ്ട് ചിത്രം വരയ്ക്കാൻ ശ്രമിക്കുന്നു എന്ന് കരുതുക, അതിൽ അയാൾ വിജയിക്കുമോ? നിശ്ചയമായും വിജയിക്കില്ല. വായുവിൽ അങ്ങനെ കറുത്ത പാടുകളോ ഒരു പ്രതലമോ ഇല്ല, അതുകൊണ്ട് ചിത്രം വരയ്ക്കാൻ കഴിയില്ല. ഒരാൾ ഗംഗയെ തീപിടിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് കരുതുക, അയാൾ അതിൽ വിജയിക്കുമോ? നിശ്ചയമായും വിജയിക്കില്ല. ഗംഗാജലത്തിന് തീ കൊടുക്കാൻ ഒരഗ്നിക്കും കഴിയില്ല. തുടർന്ന് ബുദ്ധൻ പറയുന്നത്, ഭിക്ഷുക്കളെ, ഇതുപോലെ എങ്ങനെയാണോ ജലത്തിൻ്റെയും വായുവിൻ്റെയും ഭൂമിയുടെയും അടിസ്ഥാന പ്രകൃതം മാറ്റമില്ലാത്തതായിരിക്കുന്നത്, അതുപോലെ മൈത്രി നിങ്ങളുടെ അടിസ്ഥാന പ്രകൃതമായിരിക്കണം. തുടർന്ന് അദ്ദേഹം മൈത്രിയെക്കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട ഒരാശയം, ഇന്നത്തെ നിലയിൽ കൂടുതൽ സംഗതമായൊരാശയം ഞാൻ പറയാം. മൈത്രി ഈസ് ഫെല്ലോ ഫീലിംഗ് ടു ഓൾ ബീയിങ്സ്, നോട്ട് ഓൺലി ടു വൺ ഹൂ ഈസ് എ ഫ്രണ്ട് ബട്ട് ഓൾസോ ടു വൺ ഹൂ ഈസ് എ ഫോ, നോട്ട് ഓൺലി ടു മാൻ ബട്ട് ടു ആൾ ലിവിങ് ബീയിങ്സ്. മൈത്രി എന്നാൽ എന്താണ്? സഹജീവികളോടുള്ള അവസാനമില്ലാത്ത സഹഭാവമാണ്, ഒപ്പമുള്ളവരോടുള്ള സഹഭാവമാണ്. അത് സുഹൃത്തുക്കളോട് മാത്രമല്ല, അത് ശത്രുക്കളോടുമാണ്, അത് മനുഷ്യരോട് മാത്രമല്ല, സമസ്ത പ്രകൃതിയോടും പ്രപഞ്ചത്തോടുമാണ് എന്ന് അദ്ദേഹം പറയുന്നു. പിന്നീട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, കുഡ് എനിത്തിങ് other than Maitri give to all living beings the same happiness which one seeks for oneself, to keep the mind impartial, open to all, with affection for all and hatred for none. മൈത്രി അംബേദ്കർ വിശദീകരിക്കുന്നത് 4 അടിസ്ഥാന തത്വങ്ങളായിട്ടാണ്. 1, സർവചരാചരങ്ങളോടുമുള്ള നിരുപാധികമായ സ്നേഹം. 2, എല്ലാറ്റിനോടുമുള്ള തുറസ്. 3, തനിക്ക് കൈവന്ന ആഹ്ലാദം സമസ്ത പ്രപഞ്ചത്തിനും കൈവരണമെന്ന സമർപ്പണ ബോധം. 4, ആരോടുമുള്ള വെറുപ്പില്ലായ്മ. ഈ 4 മൂല്യങ്ങൾക്ക് മുകളിലാണ് മൈത്രി നിലനിൽക്കുക എന്നും ആ മൈത്രി ഒരു സമൂഹത്തെ സംബന്ധിച്ച് അത്യന്തം അനിവാര്യമായ ഒരു കാര്യമാണ് എന്നും അംബേദ്കർ നിരീക്ഷിക്കുന്നുണ്ട്. ഇത്തരം ഒരു നിരീക്ഷണത്തിലേക്ക് അദ്ദേഹം ഈ പോകുന്നതിന് വാസ്തവത്തിൽ ഇത് പഴയ മൈത്രി സങ്കല്പത്തിൻ്റെ ഒരു പുനരാവർത്തനമല്ല. പഴയ മൈത്രി സങ്കല്പം, അംബേദ്കറുടെ മൈത്രി സങ്കല്പത്തെക്കുറിച്ച് പറയുമ്പോൾ അതേക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ഐശ്വര്യകുമാർ എന്ന് പറയുന്ന തത്വചിന്തകൻ മൈത്രിയുടെ 3 ഘട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വൈദിക സാഹിത്യത്തിൽ അത് കേവല സ്നേഹമാണെന്നും അത് സൗഹൃദമാണെന്നും, ബൗദ്ധ സാഹിത്യത്തിൽ ലവിങ് കൈൻഡ്നസ് സ്നേഹപൂർണമായ കാരുണ്യമാണെന്നും, അംബേദ്കറിൽ മൈത്രി എന്ന വാക്കിൻ്റെ ശരിയായ വിവക്ഷ അത് ജസ്റ്റിസ് എന്നതാണ് എന്നും പറയുന്നുണ്ട്. നീതിയാണ്. നീതി എന്ന ആശയമാണ് മൈത്രിയുടെ ആധാര തത്വം. അതെങ്ങനെ എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. അത് മനസ്സിലാക്കാൻ ഒരുപക്ഷെ സ്നേഹം എന്നതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ഒരുപക്ഷെ ഫാഷിസത്തിൻ്റെയും ദുരധികാരത്തിൻ്റെയും വിഭജനത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒക്കെ യുക്തി നമ്മെ ഇത്ര ഭീകരമായി വലയം ചെയ്യുന്ന ഒരു കാലത്ത് സ്നേഹത്തിൻ്റെ രാഷ്ട്രീയ മൂല്യം എന്താണ് എന്ന് പ്രധാനമായിട്ട് കാണേണ്ടതുണ്ട്. നമ്മുടെ കാലത്തെ വലിയ ചിന്തകന്മാരിൽ ഒരാൾ റോബർട്ട് ഹെയ്ൻലി എന്ന് പറയുന്ന ഒരു ചിന്തകൻ സ്നേഹം എന്ന ആശയത്തെ വിശദീകരിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നത്, ലവ് ഈസ് ദാറ്റ് കണ്ടീഷൻ ഇൻ വിച്ച് ഹാപ്പിനെസ് ഓഫ് അനദർ പേഴ്സൺ ഈസ് എസെൻഷ്യൽ ഫോർ യുവർ ഓൺ. സ്നേഹം എന്നതൊരു സവിശേഷ സ്ഥിതിയാണ്.
Love is that condition, that special condition in which the happiness of another person is essential for your own. നിങ്ങളുടെ ആനന്ദത്തിൻ്റെ അനിവാര്യമായ അടിസ്ഥാനം മറ്റൊരാളുടെ ആനന്ദമായിരിക്കുന്നു എന്നതാണ് സ്നേഹത്തിൻ്റെ അടിസ്ഥാന ഭാവം. അതുകൊണ്ട് സ്നേഹം എന്നത് ഒരാളിൽ പ്രവർത്തിക്കുന്ന ഒന്നല്ല. സ്നേഹം എന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുകയും അപരത്തിൻ്റെ അനുഭൂതിയിൽ മാത്രം ആത്മത്തിന് കൈവരുന്ന ഒന്നായി സ്നേഹം നിലനിൽക്കുകയും ചെയ്യുന്നു എന്ന് ഹെയ്ൻലീൻ പറയുന്നുണ്ട്. ഒരു പക്ഷേ ഫാഷിസത്തിനെതിരായിട്ടുള്ള നമ്മുടെ സമരമുഖത്ത് സ്നേഹം എന്നത് എങ്ങനെയാണ് ഏറ്റവും വലിയൊരു രാഷ്ട്രീയ മൂല്യമായി തീരുന്നത് എന്ന് നമ്മെ മനസ്സിലാക്കാൻ പര്യാപ്തമായ ഒരാശയമാണ്. ഈ ആശയത്തിൻ്റെ വിപുലീകരണം അംബേദ്കറുടെ മൈത്രി ഭാവനയിൽ കാണാം എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം മൈത്രി എന്ന ആശയത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബുദ്ധാൻ ഹിസ് ധർമ്മയിലും അതുപോലെ തന്നെ അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിലുമൊക്കെ ഈ മൈത്രി എന്ന സങ്കല്പത്തെ കൂടുതലായിട്ട് വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾക്ക് കാണാനായിട്ട് കഴിയും. എന്തുകൊണ്ട് സാഹോദര്യം പോരാ? ഇപ്പം അംബേദ്കർ ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ പറയുന്ന ഒരു കാര്യം അതും ശ്രദ്ധിക്കേണ്ടതാണ്. ജനാധിപത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ഔപചാരിക ധാരണയിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായ നിലയിലാണ് വാസ്തവത്തിൽ അംബേദ്കർ ജനാധിപത്യത്തെ കാണുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ജനാധിപത്യ ദർശനത്തെ 3 വാക്കുകളിൽ സംഗ്രഹിക്കാം. അത് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നീ വാക്കുകളാണ്. പക്ഷേ ഈ വാക്കുകളിൽ അദ്ദേഹം പറയുന്നു ജനാധിപത്യത്തിൻ്റെ കാതൽ പക്ഷേ സാഹോദര്യമാണ്. എന്തുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ കാതൽ സാഹോദര്യമായിരിക്കുന്നു? അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാതന്ത്ര്യമില്ലാത്ത സമത്വമോ സമത്വമില്ലാത്ത സ്വാതന്ത്ര്യമോ നിരർത്ഥകമാണ്. സമത്വമില്ലാത്ത സ്വാതന്ത്ര്യം എന്നത് മഹാഭൂരിപക്ഷത്തെ ചൂഷണം ചെയ്യാനുള്ള ന്യൂനപക്ഷത്തിൻ്റെ അവകാശാധികാരങ്ങൾ മാത്രമായി അവസാനിക്കും. തിരിച്ച് സ്വാതന്ത്ര്യമില്ലാത്ത സമത്വമാകട്ടെ വ്യക്തികളുടെ ഇച്ഛക്കിടമില്ലാത്ത ഒന്നായി മാറുകയും ചെയ്യും. അതുകൊണ്ട് സ്വാതന്ത്ര്യവും സമത്വവും വാസ്തവത്തിൽ പരസ്പര പൂരകമാണ്. ഒന്നിൻ്റെ അഭാവത്തിൽ മറ്റൊന്നിന് നിലനിൽക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ പറയുമെങ്കിലും വാസ്തവത്തിൽ സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും ഇടയിൽ അവിഭാജ്യമായ ഒരു പിളർപ്പുണ്ട്. എൻ്റെ പരമമായ സ്വാതന്ത്ര്യബോധം സംശയരഹിതമായിട്ടും സമൂഹത്തിൻ്റെ സമത്വഭാവനയെ പല നിലകളിൽ ഉലയ്ക്കും. അതിരില്ലാത്ത എൻ്റെ സ്വാതന്ത്ര്യ വാഞ്ച ഒരു സമൂഹത്തെ സമത്വാധിഷ്ഠിതമായി നിലനിർത്തുന്നതിൽ നിന്ന് പല നിലയ്ക്കും തടസ്സപ്പെടുത്തും, പല നിലയ്ക്കും അതിന് വിഘാതമാകും. തിരിച്ച് സാമൂഹികമായ സമത്വഭാവനയ്ക്ക് ഭീമാകാരമായ ഒരു മേൽക്കൈ കിട്ടിയാൽ വ്യക്തികളെന്ന് പറയുന്നത് അതിന് അടിമപ്പെട്ട് നിൽക്കുന്ന, സാമൂഹിക അടിമത്വത്തിന് വിധേയമാകുന്ന സ്വതന്ത്ര കർത്താക്കളാകാൻ ഒരു നിലയ്ക്കും പറ്റാത്ത നിലയിലേക്ക് തള്ളിമാറ്റപ്പെടുകയും ചെയ്യും. അംബേദ്കർ മുതലാളിത്തത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും പരാധീനതയായി കണ്ടത് ഈ 2 കാര്യങ്ങളാണ്. ഇത് പരിഹരിക്കാനായിട്ട് എങ്ങനെ കഴിയും? ജനാധിപത്യത്തിന് ഇത് പരിഹരിക്കാൻ എങ്ങനെ കഴിയും? ജനാധിപത്യത്തിന് ഇത് പരിഹരിക്കാനുള്ള ഒരേയൊരു വഴി ജനാധിപത്യത്തിൻ്റെ കാതലായി, സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വഭാവനയുടെയും കാതലായി സാഹോദര്യമെന്ന ധാർമ്മിക മൂല്യത്തെ പ്രതിഷ്ഠിക്കണം. സാഹോദര്യ മൂല്യത്താൽ സമൂഹമാകെ പ്രചോദിതമാകുമ്പോൾ മാത്രമാണ് സമൂഹത്തിലെ വ്യക്തികൾക്ക് തൻ്റെ സ്വാതന്ത്ര്യബോധം മറ്റൊരാളുടെ സമത്വാധിഷ്ഠിതമായ ജീവിതത്തെയോ തിരിച്ച് സമൂഹത്തിൻ്റെ സമത്വഭാവന വ്യക്തികളുടെ സ്വാതന്ത്ര്യബോധത്തെയോ ഹനിക്കരുത് എന്ന നൈതികമായൊരു നിലപാടിലേക്ക് എത്തിച്ചേരാൻ കഴിയൂ എന്ന് അദ്ദേഹം കരുതി. അതുകൊണ്ട് ജനാധിപത്യം എന്നതിൻ്റെ കാതൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ വാക്കുകളാണെങ്കിലും മൗലികമായി ജനാധിപത്യം നിലനിൽക്കുന്നത് സ്വാതന്ത്ര്യത്തിലോ സമത്വത്തിലോ അല്ല. അതിനെ സമതുലിതമായൊരു സമൂഹത്തിൽ വേരോടി പടർത്തുന്ന സാഹോദര്യ ഭാവനയിലാണ് എന്ന് അംബേദ്കർ കരുതുന്നു. നിർഭാഗ്യവശാൽ നമ്മുടെ ജനാധിപത്യ വിചാരങ്ങളിൽ ഈ സാഹോദര്യ സങ്കല്പത്തിന് യാതൊരു വേരുമില്ല. നമ്മുടെ ജനാധിപത്യ വിചാരങ്ങളിൽ സാഹോദര്യം എന്നത് ഒരു അലങ്കാര പദത്തിനപ്പുറം ഒരു രാഷ്ട്രീയ സംവർഗമായി സാഹോദര്യത്തെ മനസ്സിലാക്കുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെട്ട ഒരു ജനതയാണ് നമ്മൾ. ആ പരാജയത്തിന് നാം കൊടുക്കുന്ന വില കൂടിയാണ് വാസ്തവത്തിൽ നാം ഇന്ന് നേരിടുന്ന ഒരു പ്രതിസന്ധി എന്നുകൂടി പറയാം. ഞാൻ സാന്ദർഭികമായിട്ടൊരു കാര്യം കൂടി പറയാം. നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാക്കിയ വലിയ പരിവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ 20-ാം നൂറ്റാണ്ടിലെ വലിയ ചിന്തകന്മാരിലുള്ള ഒരാളായിരുന്ന സമീർ അമീൻ പറയുന്നൊരു കാര്യം, ആധുനിക ബൂർഷ്വാസി 2 മഹാമുദ്രാവാക്യങ്ങളുണ്ടാക്കി. ഒന്ന് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെതാണ്, മറ്റൊന്ന് അമേരിക്കൻ വിപ്ലവത്തിൻ്റെതാണ്.
ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നതാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നതാണ്. പക്ഷേ ആ മുദ്രാവാക്യം ഫ്രഞ്ച് ബൂർഷ്വാസി ഉയർത്തിയെങ്കിലും ഫ്രഞ്ച് ബൂർഷ്വാസി ആ മുദ്രാവാക്യം നടപ്പിലാക്കിയില്ല. കാരണം സമത്വവും സ്വാതന്ത്ര്യവും നടപ്പിലാക്കാൻ ബൂർഷ്വാസി തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ ബൂർഷ്വാസി ബാക്കിയുണ്ടാവില്ല. അതുകൊണ്ട് ബൂർഷ്വാസിക്ക് ആ മുദ്രാവാക്യം വിളിക്കാനേ കഴിയൂ, ബൂർഷ്വാസിക്ക് ആ മുദ്രാവാക്യം നടപ്പിലാക്കാൻ കഴിയില്ല. പകരം ബൂർഷ്വാസി നടപ്പിലാക്കിയ മുദ്രാവാക്യം ഏത് എന്ന് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം, ഫ്രഞ്ച് ബൂർഷ്വാസി വിളിച്ച ഈ മുദ്രാവാക്യത്തിന് പകരം ബൂർഷ്വാസി ലോകവ്യാപകമായി നടപ്പിലാക്കിയത് അമേരിക്കൻ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമാണ്. അതാകട്ടെ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നതല്ല, ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി എന്നതാണ്. സ്വാതന്ത്ര്യം എന്തിനുള്ള സ്വാതന്ത്ര്യമാണ്? സ്വാതന്ത്ര്യം സമത്വത്തിനുള്ള സ്വാതന്ത്ര്യമല്ല, സ്വാതന്ത്ര്യം സാഹോദര്യത്തിനുള്ള സ്വാതന്ത്ര്യമല്ല, സ്വാതന്ത്ര്യം സ്വത്തുടമസ്ഥതയ്ക്കുള്ള സ്വാതന്ത്ര്യമാണ്. എല്ലാ മനുഷ്യർക്കും സ്വത്തുടമസ്ഥരാകാൻ അവകാശമുണ്ട് എന്ന പ്രഖ്യാപനത്തിൽ വാസ്തവത്തിൽ ആധുനിക മുതലാളിത്തത്തിൻ്റെ സ്വാതന്ത്ര്യ സങ്കല്പം പരിമിതപ്പെട്ടു പോയി എന്നും, മൂലധനം വാസ്തവത്തിൽ ജ്ഞാനോദയമുണ്ടാക്കിയ വലിയ മുദ്രാവാക്യത്തെ മൂലധനം വിഴുങ്ങിയതിൻ്റെ ഫലമായി സ്വാതന്ത്ര്യമെന്നത് വ്യക്തിഗതമായ സ്വത്തുടമസ്ഥതയ്ക്കുള്ള സ്വാതന്ത്ര്യം എന്നതിനപ്പുറം സാഹോദര്യത്തിനുള്ള സ്വാതന്ത്ര്യമായി മാറിയില്ല എന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. ഏതാണ്ട് ഈ കാര്യം അംബേദ്കറുടെ ആലോചനയിൽ വരുന്നുണ്ട്. അദ്ദേഹം അതിനെ ഒരു ധാർമ്മിക പ്രമാണമാക്കി മാറ്റാൻ കൂടിയാണ് ശ്രമിക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമത്വത്തെ സ്വാതന്ത്ര്യത്തോടും സ്വാതന്ത്ര്യത്തെ സമത്വത്തോടും ഒരു വ്യക്തിക്ക് സഹജമായി ചേർത്ത് വയ്ക്കാൻ കഴിയില്ല. ഇവ രണ്ടും കോംപ്ലിമെൻ്ററി ആണെന്ന് തോന്നുമെങ്കിലും ഇൻഹറൻ്റായ ഒരു ഇൻറ്റേർണൽ കോൺട്രഡിക്ഷൻ സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും ഇടയിലുണ്ട്. ആ കോൺട്രഡിക്ഷൻ സെറ്റിൽ ചെയ്യാൻ കഴിയുക ഫ്രറ്റേണിറ്റി എന്ന എത്തിക്കൽ വാല്യൂ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് സാഹോദര്യം എന്ന നൈതിക മൂല്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തെയോ നിങ്ങൾക്ക് സമത്വത്തെയോ സാക്ഷാത്കരിക്കാൻ കഴിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, 1946 ഡിസംബർ 13 ഭരണഘടനാ അസംബ്ലിയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിക്കുന്നത്. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ്റെ പരിഷ്കരിച്ച രൂപമാണ് ഇന്ന് നമ്മൾ ഭരണഘടനയുടെ പ്രിയാമ്പിളായി കാണുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാരംഭിക്കുന്ന ഭാഗം നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ്റെ പരിഷ്കരിച്ച രൂപമാണ്. ആ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മുതൽ ഭരണഘടനയുടെ ആമുഖ സംബന്ധിയായി ഇന്ത്യയിലുണ്ടായ ഒരു പ്രമാണത്തിലും കാണാത്ത ഒരു വാക്യവും അതിൻ്റെ വിശദീകരണവും ഇന്ന് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിലുണ്ട്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ സംബന്ധിക്കുന്ന ധാരാളം പ്രമേയങ്ങൾ അതിനു മുമ്പുണ്ട്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അതിൻ്റെ ഒരു കരടുണ്ടാക്കുന്നുണ്ട്. BN റാവു എന്ന് പറയുന്ന ഭരണഘടനാ പണ്ഡിതൻ അതിൻ്റെ ഒരു കരടുണ്ടാക്കുന്നുണ്ട്. MN റോയി ഭരണഘടനയുടെ കരടുണ്ടാക്കുന്നുണ്ട്. നാരായൺ അഗർവാൾ എന്നു പേരായ ഗാന്ധിയൻ, ഗാന്ധിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ എന്ന പേരിൽ ഭരണഘടനയുടെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു ആമുഖം തയ്യാറാക്കുന്നുണ്ട്. 1977 മോത്തിലാൽ നെഹ്റു ചെയർമാനും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സെക്രട്ടറിയുമായി നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് വരുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ഭരണഘടനയ്ക്ക് സുദീർഘമായ ചരിത്രമുണ്ട്. അതിലൊക്കെ തന്നെ അതിൻ്റെ ആമുഖ പ്രസ്താവനയുണ്ട്. ഈ ആമുഖ പ്രസ്താവനയിൽ എവിടെയും ഇല്ലാത്തതും 1948 ആമുഖത്തിൻ്റെ അന്തിമ രൂപം ഭരണഘടനാ അസംബ്ലിയിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ അതിലുണ്ടായിരുന്നതുമായ ഒരു വാക്യം ഇങ്ങനെയാണ്: ഫ്രറ്റേണിറ്റി assuring the dignity of the individual and unity and integrity of the nation. എന്താണ് സാഹോദര്യം? ഇത് സാർവത്രികമായി ഭരണഘടനാ അസംബ്ലി വലിയ ആഹ്ലാദത്തോടെ സ്വീകരിച്ച ഒന്നായിരുന്നു എന്നും അതുവരെ ഭരണഘടന ഒരു നിയമരേഖയായിരുന്നു എങ്കിൽ ഈ വാക്യത്തിൻ്റെ സന്നിവേശത്തോടെ ഭരണഘടന ഒരു ധാർമ്മിക പ്രമാണമായി മാറിയെന്നുമൊക്കെ ഇതിനെക്കുറിച്ച് ആചാര്യ കൃപലാനി അന്ന് പറയുന്നുണ്ട്. ഫ്രറ്റേണിറ്റി അതിൻ്റെ വിശദീകരണമായിട്ട് അംബേദ്കർ ചേർത്തത് അഷ്വറിങ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. വ്യക്തിയുടെ അന്തസ്സ് ഉറപ്പാക്കിക്കൊണ്ടും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും അതിനോട് കൂട്ടിവിളക്കിക്കൊണ്ടും നിലവിൽ വരുന്ന ഒരു മൂല്യമാണ് സാഹോദര്യം എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഈ സാഹോദര്യ ഭാവന നമ്മുടെ ഭരണഘടനാ ധാർമ്മികതയുടെ കാതലായി തീരണം എന്നാണ് അക്കാലത്ത് അദ്ദേഹം കരുതുന്നത്. ഈ സങ്കല്പമാണ് ഭരണഘടനയുടെ സാഹോദര്യ യുക്തിയുടെ കേന്ദ്രമായി നിലനിന്നത്. നിർഭാഗ്യവശാൽ ഭരണഘടനാ മൂല്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ നിയമപ്രമാണങ്ങളാണെന്നും
കോടതി വ്യവഹാരത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണെന്നും കരുതിയതുകൊണ്ട് അതിനപ്പുറമുള്ള ഒരു വിശാല മാനത്തിൽ വാസ്തവത്തിൽ ഭരണഘടനാ തത്വങ്ങളെ മനസ്സിലാക്കാൻ പൊതുവിൽ ആധുനിക ഇന്ത്യക്ക് കഴിയുണ്ടായില്ല. പൗരത്വ നിയമത്തിന് ശേഷം ഉയർന്നു വന്ന വലിയ സമരങ്ങളുടെ സന്ദർഭത്തിലാണ് വാസ്തവത്തിൽ ഭരണഘടന എന്ന് പറയുന്നത് ഒരു നിയമരേഖയ്ക്കപ്പുറം അത് ഒരു എത്തിക്കൽ ഡോക്യുമെൻ്റാണ്, അതൊരു ധാർമ്മിക രേഖയാണ്, അതൊരു രാഷ്ട്രത്തിൻ്റെ ആഭ്യന്തര ജീവിതത്തെ സംബന്ധിക്കുന്ന സുപ്രധാനമായ മൂല്യവ്യവഹാരമാണ് എന്നൊക്കെ നാം ആലോചിക്കാനായിട്ട് തുടങ്ങിയത്. പക്ഷേ ആലോചനയുടെ ബീജരൂപം ഈ ഫ്രറ്റേണിറ്റി എന്ന വാക്കുമായി ബന്ധപ്പെടുത്തി ഭരണഘടനയിൽ സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞ് 1950 കഴിഞ്ഞ് ഭരണഘടനാ അസംബ്ലി ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുന്നത് 49 നവംബർ 26 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായി തീർന്നു. ഇന്ത്യയുടെ ആദ്യത്തെ നിയമകാര്യമന്ത്രിയായി അംബേദ്കർ മാറിത്തീരുകയും ചെയ്തു. അംബേദ്കറുടെ ജീവിതത്തിലെ പല പടവുകൾ നമുക്കതിനിടയിൽ കാണാൻ പറ്റും. 1920കളിൽ അദ്ദേഹം കൊളംബിയ സർവകലാശാലയിൽ നിന്ന് ബിരുദവും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് ഡോക്ടറേറ്റും ഒക്കെ നേടി വരുന്ന ഘട്ടത്തിൽ അദ്ദേഹം പ്രധാനമായിട്ടും ജാതി നിർമൂലനം എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് മഹത് സത്യാഗ്രഹം നടത്തുന്നു, മനുസ്മൃതി ദഹനം നടത്തുന്നു. അങ്ങനെയുള്ള സമര സംഘാടനങ്ങളിലാണ് അദ്ദേഹം ഊന്നുന്നത്. 30കളിലാകട്ടെ അദ്ദേഹത്തിൻ്റെ ഊന്നൽ മാറി വരികയും അദ്ദേഹം അത് ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലേക്ക് തിരിയുകയും അദ്ദേഹം ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി എന്ന പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കുകയും ബോംബെയിലെ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ നേതാക്കളുടെ പദവിയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി പിരിച്ചുവിട്ട്, അന്നൊരു ചോദ്യമുണ്ട്, ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി സ്ഥാപിച്ച ദിവസം ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ പത്രക്കാർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ എന്തുകൊണ്ടാണ് ലേബർ എന്നുള്ള വാക്ക് സ്വീകരിക്കുന്നത്? താങ്കൾ എന്തുകൊണ്ടാണ് ദളിതർ ജനതയുടെ അവകാശാധികാരങ്ങൾക്ക് വേണ്ടി, അന്ന് ഡിപ്രസ്ഡ് ക്ലാസ് എന്നാണ് പൊതുവെ പറയുക, മർദ്ദിത ജനത, ഈ മർദ്ദിത ജനതയുടെ അവകാശാധികാരങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച താങ്കൾ എന്തുകൊണ്ടാണ് ലേബർ എന്ന വാക്ക് തങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സംജ്ഞയായി സ്വീകരിച്ചത്? അന്ന് അദ്ദേഹം പറഞ്ഞൊരു ഉത്തരം, ലേബർ എന്ന വാക്കിൽ ലോകത്തെ എല്ലാ മർദ്ദനങ്ങളും അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ആ വാക്ക് മതി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വേണമെങ്കിൽ ഓർക്കാവുന്നൊരു കാര്യം, അംബേദ്കറെ ഒന്നും വായിച്ചിട്ടല്ലെങ്കിലും കേസരി ബാലകൃഷ്ണപിള്ള ചണ്ടാല ഭിക്ഷുകയെക്കുറിച്ച് എഴുതിയ സമയത്ത് ഇക്കാര്യം പറയുന്നുണ്ട്. ചണ്ടാല ഭിക്ഷുകയെക്കുറിച്ച് ദുരവസ്ഥയും ചണ്ടാല ഭിക്ഷയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് കേസരി എഴുതുമ്പോൾ പറയും, ദുരവസ്ഥയേക്കാൾ മെച്ചപ്പെട്ട കൃതി ചണ്ടാല ഭിക്ഷുകയാണ്. കാരണം ദുരവസ്ഥയ്ക്ക് പരിമിതമായൊരു ഹൈന്ദവ വീക്ഷണ കൂടിയുണ്ട്. ഒപ്പം തന്നെ ദുരവസ്ഥയ്ക്ക് മലബാർ കലാപത്തിൻ്റെ പിന്നിലെ അടിസ്ഥാനപരമായ സാമ്പത്തിക ഘടകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കുമാരനാശാന് കഴിഞ്ഞിട്ടുമില്ല. രണ്ട് നിലയ്ക്കും അത് പരിമിതമായ കൃതിയാണ്. EMS മലബാർ കലാപത്തിൻ്റെ പിന്നിലെ സാമ്പത്തിക പ്രേരണകളെക്കുറിച്ച് എഴുതുന്നതിനും 10 കൊല്ലം മുമ്പ് തന്നെയാണ് കേസരി ഈ മലബാർ കലാപം ഒരു കാർഷിക പ്രശ്നമാണ്, അതിൽ സാമ്പത്തിക ഘടകങ്ങളാണ് പ്രധാനം എന്ന് നിരീക്ഷിക്കുന്നത്. പിന്നാലെ കേസരി പറയുന്ന കാര്യം, ചണ്ടാല ഭിക്ഷുകിയിലെ ചണ്ടാല ശബ്ദം വാസ്തവത്തിൽ എല്ലാ തരത്തിലുമുള്ള മർദ്ദിത ജനതയെയും ഉൾക്കൊള്ളുന്ന ഒരു പൊതു സംജ്ഞയായതുകൊണ്ട് അത് പരിമിതമായ വീക്ഷണഗതികൾക്കപ്പുറത്തേക്ക് പോകുന്ന ഒരു കൃതിയാണ്. അതുകൊണ്ട് അത് കൂടുതൽ വലിയ കൃതിയാണ് എന്ന് കേസരി പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഏതാണ്ട് ഇതേ ഉത്തരം ലേബർ എന്ന വാക്കിനെ മുൻനിർത്തി അന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ഈ ലേബർ പാർട്ടി പിരിച്ചുവിടുകയും പ്രാതിനിധ്യാവകാശം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വന്നതിനെ തുടർന്ന് പ്രാതിനിധ്യാവകാശം പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി മാറിയതോടെ പ്രാതിനിധ്യാവകാശത്തെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ സംഘാടനം എന്ന നിലയ്ക്ക് SCF എന്ന പേരിൽ, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാക്കുകയും ചെയ്തു. അതിനും ശേഷമാണ് അദ്ദേഹം വൈസ്രോയി കൗൺസിലിൽ അംഗമായി പ്രവർത്തിക്കുകയും അതിലെ തൊഴിൽ കാര്യങ്ങളുടെ ചുമതലയൊക്കെയുള്ള ഒരു മന്ത്രിയായി അക്കാലത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതിനും ശേഷം അദ്ദേഹം ഭരണഘടനാ അസംബ്ലി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് മാറി. ഭരണഘടനാ രൂപീകരണത്തിൻ്റെ കേന്ദ്ര പദവി വഹിക്കുന്ന ഒരാളായിട്ട് മാറി. പിന്നീട് ആദ്യത്തെ ഇന്ത്യൻ മന്ത്രിസഭയിലെ, നെഹ്റു മന്ത്രിസഭയിലെ നിയമകാര്യ മന്ത്രിയായി. ഹിന്ദു കോഡ് ബില്ലിന് രൂപം നൽകി. അതേ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അദ്ദേഹം രാജിവെച്ചു. അവസാനത്തെ പടവിലാണ് അദ്ദേഹം ബുദ്ധമതത്തെയും മൈത്രി സങ്കല്പത്തെയും പിൻപറ്റുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് 3.5 പതിറ്റാണ്ട് കാലത്ത് ഇങ്ങനെ നിരന്തരം തന്നെ മാറ്റിക്കൊണ്ടിരുന്ന, തന്നെ പരിവർത്തന വ്യഗ്രമായി പരിഷ്കരിച്ചു കൊണ്ടിരുന്ന ഒരാളാണ്. പണ്ട് വിജയമാഷ് പറയുന്ന മനോഹരമായ ഒരു വാക്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൻ്റെ മുഖത്ത് നോക്കി കാണുന്ന സത്യങ്ങൾ വിളിച്ചു പറയാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയില്ല എന്നാണ്.
ഇപ്പം മാഷ് പറയേണ്ട 50 കൊല്ലമായിട്ട് ഒരാൾ ഒരേ കാര്യം തന്നെയാണ് പറയുന്നതെങ്കിൽ അതിന് രണ്ടർത്ഥമേ ഉള്ളൂ. ഒന്നുകിൽ മൂപ്പർക്കൊന്നും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ മൂപ്പര് നാട്ടുകാരെ പറ്റിക്കുന്നു. അതല്ലാതെ ഒരേ കാര്യം തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. യു ഹാവ് ടു ചേഞ്ച്. അംബേദ്കർ മാറുന്നുണ്ട്. അതിനെക്കുറിച്ച് അംബേദ്കർ തന്നെ പറയുന്നുണ്ട്. എമേഴ്സനെ ഉദ്ധരിച്ചിട്ട് ഒരു സ്ഥലത്ത് അംബേദ്കർ എഴുതുന്നുണ്ട്, എമേഴ്സൺ സേസ് ദാറ്റ് കൺസിസ്റ്റൻസി ഈസ് ദ വെർച്യു ഓഫ് എ ഡോങ്കി. സ്ഥിരത എന്ന് പറയുന്ന ഒരു കഴുതയുടെ ഗുണമാണ് എന്ന് എമേഴ്സൺ പറയുന്നുണ്ട്. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ബി എ ഡോങ്കി മൈസെൽഫ്. ഞാൻ സ്വയം ഒരു കഴുതയാവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം നെഹ്റു മന്ത്രിസഭയിൽ അംഗമായി ചേർന്ന സമയത്ത് ഉള്ള വിമർശനങ്ങളോടുള്ള പ്രതികരണം എന്ന നിലയ്ക്ക് പറയുകയാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവസരവാദമല്ല, മറിച്ച് മാറിവരുന്ന വീക്ഷണഗതികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, മാറിവരുന്ന കാലത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ കാലത്തോട് സംവദിക്കാനുള്ള പരിവർത്തന വ്യഗ്രമായ സാമൂഹിക ഇടപെടലിൻ്റെ അടയാളമാണ്. ഇതിൽ അവസാന ഘട്ടത്തിൽ അദ്ദേഹം ചെന്നു ചേരുന്ന മൈത്രി എന്ന സങ്കല്പത്തിന്, ബൗദ്ധ പാരമ്പര്യത്തിലെ മൈത്രിയിൽ നിന്ന് അദ്ദേഹം എടുക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബുദ്ധമതത്തെ തന്നെ പുനരാവിഷ്കരിച്ചുകൊണ്ടാണ് അദ്ദേഹം ബുദ്ധദർശനത്തിലേക്ക് നീങ്ങുന്നത്. നവയാനം എന്ന് സ്വന്തം ദർശനത്തിന് പേരിടുന്നത് തന്നെ ആ അർത്ഥത്തിലാണ്. ആ നവയാനത്തിൻ്റെ കാതലായി അദ്ദേഹം കണ്ടത് വാസ്തവത്തിൽ ഈ മൈത്രിയാണ്. എന്താണ് മൈത്രി? എന്തുകൊണ്ട് ഫ്രറ്റേണിറ്റി പോരാ? ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ സാമൂഹ്യ ദർശനത്തെ 3 വാക്കുകളിൽ നിങ്ങൾക്ക് സംഗ്രഹിക്കാൻ പറ്റും. അത് സംഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അത് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന വാക്കുകളാണ്. പിന്നീട് അദ്ദേഹം പറയുന്നു, പക്ഷേ ആരെങ്കിലും ഒരാൾ തെറ്റിദ്ധരിക്കരുത്, ഞാനിത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് സ്വീകരിച്ചത് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഐ ഹാവ് ബോറോഡ് ദിസ് കൺസെപ്റ്റ് ഓഫ് ലിബർട്ടി, ഫ്രറ്റേണിറ്റി ആൻഡ് ഇക്വാലിറ്റി ഫ്രം മൈ മാസ്റ്റർ ലോർഡ് ബുദ്ധ എന്ന് പറയുന്നുണ്ട്. ബുദ്ധനിൽ നിന്നാണ് ഞാനിത് സ്വീകരിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. ഈ ഫ്രറ്റേണിറ്റി എന്ന ആശയത്തിനപ്പുറത്തേക്ക് മൈത്രി എന്ന ആശയത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ കാതൽ എന്താണ്? വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, അദ്ദേഹം പറയുന്നൊരു കാര്യം, ഫ്രറ്റേണിറ്റി എന്നത് അടിസ്ഥാനപരമായി ഒരു പുരുഷ സങ്കല്പമാണ്. സാഹോദര്യം എന്നതിൽ വാസ്തവത്തിൽ ഒരു പുരുഷ സങ്കല്പം അടങ്ങിയിട്ടുണ്ട്. സഹോദരത്വം, ബ്രദർഹുഡാണല്ലോ. ആ ബ്രദർഹുഡിൽ നിന്നാണ് വാസ്തവത്തിൽ സാഹോദര്യം എന്ന ആശയം എന്നത്. ആ പുരുഷ സങ്കല്പം പോരാ. 2, അത് വളരെ ആന്ത്രോപോസെൻട്രിക്കാണ്, മനുഷ്യകേന്ദ്രിതമാണ്. മനുഷ്യകേന്ദ്രിതവും പുരുഷകേന്ദ്രിതവുമായ ഒരു സാഹോദര്യ ഭാവനയിൽ നിന്ന് പ്രാപഞ്ചിക വ്യാപ്തിയുള്ള സ്നേഹാനുഭവത്തിൻ്റെ ഒരു പ്രതലത്തിലേക്ക് ആ സ്നേഹാനുഭൂതിയെ ഉയർത്തിക്കൊണ്ടു പോകുക എന്നതുകൂടിയായിരുന്നു മൈത്രി എന്ന സങ്കല്പത്തിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഒരു പ്രേരണ. രണ്ടാമത്തെ ഒരു കാര്യം, ഈ തൻ്റെ സുഹൃത്തിനോടും തൻ്റെ ശത്രുവിനോടും സാർവത്രികമായി സമൂഹ ശരീരത്തിൽ വേരാഴ്ത്തി നിൽക്കുന്ന സ്നേഹഭാവനയായി മൈത്രി പ്രവർത്തിക്കുകയും ഈ മൈത്രിയുടെ മൈത്രിയിൽ അടിയുറച്ച സാമൂഹ്യ ശരീരം നിലവിൽ വരികയും ചെയ്താൽ, അംബേദ്കറെ കുറിച്ചുള്ള പഠനത്തിൽ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, നമ്മുടെ സമുദായത്തെ, സമൂഹത്തെ വലയം ചെയ്യുന്ന ജാതിയുടെ, മതവിദ്വേഷത്തിൻ്റെ, സാംസ്കാരിക ഭേദങ്ങളുടെ, ഭാഷാ വ്യവഹാരങ്ങളുടെ ഒക്കെ അതിർവരമ്പുകൾക്ക് കുറുകെ പോകാൻ കഴിയുന്ന വളരെ ആധുനികമായ ഒരു ഭാവശക്തിയായി അത് മാറിത്തീരും. വാസ്തവത്തിൽ നമുക്ക് സംഭവിച്ചൊരു വലിയ ദൗർഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാഹോദര്യം പോലുള്ളൊരു മൂല്യത്തെ, സ്നേഹം പോലുള്ളൊരു മൂല്യത്തെ ഒരു രാഷ്ട്രീയ ശക്തിയായി കാണുന്നതിന് പകരം, അതിനെ ഒരു സാമൂഹിക ബലമായി കാണുന്നതിന് പകരം വ്യക്തിപരമായ ഗുണവിശേഷങ്ങളോ വ്യക്തിപരമായ അനുഭവ മണ്ഡലങ്ങളോ മാത്രമായി കണ്ടു എന്നതാണ്. വാസ്തവത്തിൽ സ്നേഹം എന്ന് പറയുന്നത് വലിയൊരു സാമൂഹ്യ ശക്തിയാണ്. കാരണം മറ്റൊരാളുടെ ആനന്ദം എൻ്റെ ആനന്ദത്തിൻ്റെ മുന്നുപാധിയായിരിക്കുന്നു എന്നതോടെ സ്നേഹം വ്യക്തി എന്ന തലത്തെ മറികടന്നു പോവുകയും അതിന് സാമൂഹികമായൊരു മൂല്യം കൈവരികയും ചെയ്യുന്നു. ഈ സാമൂഹിക മൂല്യം, അതുകൊണ്ടാണ് ആശാൻ കവിതയിൽ എഴുതുന്നത്, സ്നേഹം താൻ ജീവിതം ശ്രീമൻ, സ്നേഹവ്യാഹതി തന്നെ മരണം, സ്നേഹം നരകത്തിൻ ദ്വീപിൽ സ്വർഗഗേഹം പണിയും പടുത്വം എന്ന്. അത് ജാതിക്കെതിരെയുള്ള വലിയ വിമർശനത്തിൻ്റെ സന്ദർഭത്തിലാണ് ആശാൻ ആ ആശയം മുമ്പോട്ട് വയ്ക്കുന്നത്. അങ്ങനെ സ്നേഹത്തെ ഒരു സാമൂഹിക മൂല്യമായി പരിവർത്തനപ്പെടുത്തുകയും അതിന് പ്രാപഞ്ചിക വ്യാപ്തിയുള്ള ഒരു ഉള്ളടക്കം നൽകുകയുമാണ് വാസ്തവത്തിൽ മൈത്രി എന്ന ആശയത്തിലൂടെ അംബേദ്കർ ചെയ്യുന്നത്. ഇതിന് മറ്റൊരു നിലയ്ക്ക് കൂടി പ്രാധാന്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആധുനികമായി നിലവിൽ വന്ന വ്യക്തി സങ്കല്പത്തിൻ്റെ ഹിംസാത്മകതയോട് ഇതിടയുന്നുണ്ട് എന്നതാണ്. വാസ്തവത്തിൽ മോഡേൺ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത് ഓരോ വ്യക്തി സ്വത്വവും അപരനിരാകരണത്തിലൂടെ നിലവിൽ വരുന്നതാണ്. ഞാനൊരു പുരുഷനാണ് എന്നതിൻ്റെ അർത്ഥം ഞാനൊരു സ്ത്രീ അല്ല എന്നാണ്.
ഞാനൊരു വെളുത്തവനാണ് എന്നതിൻ്റെ അർത്ഥം ഞാനൊരു കറുത്തവനല്ല എന്നാണ്. ഞാനൊരു യൂറോപ്യനാണ് എന്നതിൻ്റെ അർത്ഥം ഞാനൊരു ആഫ്രിക്കക്കാരനല്ല എന്നാണ്. 20-ാം നൂറ്റാണ്ടിലെ വലിയ ചിന്തകന്മാരിൽ ഒരാളായ അഡോണോ പറയുന്ന ഒരു കാര്യം, ഫാഷിസം വന്നു വീണത് പുറത്തു നിന്നല്ല, ആധുനികതയിലേക്ക് പുറത്തു നിന്ന് കുത്തിക്കടത്തപ്പെട്ട ഒന്നല്ല ഫാഷിസം. ഫാഷിസം ആധുനികതയ്ക്കുള്ളിൽ നിലീനമായിരിക്കുന്ന ഒരു മൂല്യമാണ്. ആധുനികതയ്ക്കുള്ളിൽ അതെങ്ങനെ നിലീനമായിരിക്കുന്നു? ആധുനികതയുടെ വ്യക്തിസ്വത്വ സങ്കല്പം, എക്സ്ക്ലൂഷൻ ആൻഡ് അനിഹിലേഷൻ ഓഫ് ദ അതർ, അപരത്തെ വകഞ്ഞു മാറ്റി അപരത്തെ ഇല്ലാതാക്കുന്നതിലൂടെ നിലവിൽ വരുന്ന ആത്മം. ഞാനൊരു പുരുഷനായിത്തീരുന്നത് സ്ത്രൈണമായ ഭാവഭാവങ്ങളുടെ സമ്പൂർണ്ണ നിരാകരണം വഴിയാണ്. ഞാനൊരു നഗരവാസിയാകുന്നത് ആദിവാസി ജീവിതത്തിൻ്റെ സമ്പൂർണ്ണ നിരാകരണം വഴിയാണ്. ഇങ്ങനെ എന്നിൽ തന്നെ പൂർണ്ണതയുള്ള അപരത്വത്തെ സമ്പൂർണമായി നിരാകരിക്കുന്ന ഒരു ആത്മതത്വം ആധുനികതയ്ക്കുള്ളിലുണ്ടെന്നും ഈ ആത്മതത്വത്തിൻ്റെ രാഷ്ട്രീയമായ രാഷ്ട്രവ്യാപ്തിയുള്ള ആവിഷ്കാരമാണ് ഒരു ഫാഷിസ്റ്റ് സ്റ്റേറ്റ് എന്നും അഡോണോ പറയുന്നുണ്ട്. ഈ ആത്മതത്വത്തോടിടയുന്ന അടിസ്ഥാനപരമായ ഒരു ധാർമ്മിക മൂല്യമാണ് മൈത്രി എന്നത്. അത് നിങ്ങളോടും നിങ്ങളുടെ സുഹൃത്തുക്കളോടും നിങ്ങളുടെ ശത്രുക്കളോടും. വിഭജനത്തിൻ്റെ എല്ലാ യുക്തികൾക്കുമെതിരെ, വിദ്വേഷത്തിൻ്റെ, വിഭജനത്തിൻ്റെ, പകയുടെ എല്ലാ യുക്തികൾക്കുമെതിരെ സാമൂഹ്യ ശരീരത്തിൽ ആഴത്തിൽ ഒഴുകേണ്ട ധാർമ്മിക ബലമായി അദ്ദേഹം മൈത്രിയെ കാണുന്നു. അതൊരു തത്വമല്ല, അതൊരു അനുഭൂതിയാണ്. നാരായണ ഗുരുവിനെയും ശങ്കരനെയും താരതമ്യപ്പെടുത്തി നമുക്ക് പറയാവുന്ന ഒരു കാര്യമുണ്ട്. ശങ്കരൻ അദ്വൈതവാദിയായിരുന്നു, നാരായണ ഗുരു അദ്വൈതിയായിരുന്നു. ചെറിയ വ്യത്യാസമാണെങ്കിലും വലിയ വ്യത്യാസമാണ്. അതുകൊണ്ട് ശങ്കരന് ജാതി പ്രശ്നമായില്ല, ഗുരുവിന് ജാതി പ്രശ്നമായി. അദ്വൈതവാദം എന്ന് പറയുന്നത് ആത്മവും ബ്രഹ്മവും തമ്മിലുള്ള ഏകീഭാവത്തിലാണ് ഉന്നിയത്. ശങ്കരൻ അങ്ങനെ ആത്മവും ബ്രഹ്മവും തമ്മിലുള്ള ഏകീഭാവം എന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞത് ആത്മവും അപരവും തമ്മിൽ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരൻ്റെ ഗുണത്തിനായി വരണം. അങ്ങനെ വെർട്ടിക്കലായിട്ടുള്ള അമൂർത്തമായ ഒരേകതയിൽ നിന്ന് ഹൊറിസോണ്ടലായിട്ടുള്ള സാമൂഹികമായ ഒരേകഭാവനയിലേക്ക് പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്ന സ്നേഹാനുഭവമായിട്ടാണ് മൈത്രി എന്ന തത്വത്തെ അംബേദ്കർ തൻ്റെ ദർശനത്തിൻ്റെ അവസാന ചുവടിൽ ആവിഷ്കരിക്കാനായിട്ട് ശ്രമിച്ചത്. ഒപ്പം തന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഫ്രറ്റേണിറ്റി എന്ന സങ്കല്പത്തിൽ നിന്ന് മൈത്രി എന്നതിലേക്ക് വരുമ്പോൾ ഫ്രറ്റേണിറ്റി വാസ്തവത്തിൽ ഒരു ഫോർമൽ സിമിലാരിറ്റിയിലൂന്നുന്നു. ഓരോ വ്യക്തിയുടെയും സമാനതയിലൂന്നിക്കൊണ്ട് വ്യക്തിപരമായ സമാനതകളെ കേന്ദ്രമാക്കുന്ന ഒന്നാണ് സാഹോദര്യം എന്നതെങ്കിൽ, വ്യക്തികളുടെ സിംഗുലാരിറ്റി, യാഥാർത്ഥ്യത്തിൻ്റെ അനന്യത, ഓരോ വ്യക്തിയെയും അതിൻ്റെ അനന്യതയിൽ, വ്യത്യസ്തതയിൽ ഉൾക്കൊള്ളാനും നിലനിൽക്കാനും ആ വ്യത്യസ്തതകളെ ഉൾക്കൊള്ളുന്ന അവയുടെ ഒത്തുതീർപ്പാക്കാനാവാത്ത അനന്യതയെ നിലനിർത്തിക്കൊണ്ട് അതിനോട് സഹഭാവം പുലർത്താനുമുള്ള ഒരു പരിശീലനമാണ് വാസ്തവത്തിൽ മൈത്രിഭാവം നമുക്ക് നൽകുന്നത്. കാരണം നിങ്ങൾ എങ്ങനെയാണ് ജനാധിപത്യത്തെ ഉൾക്കൊള്ളുക? ജനാധിപത്യം എന്നത് വാസ്തവത്തിൽ സമാനതകൾക്കിടയിലുള്ള ഏകതയല്ല. ജനാധിപത്യം എന്നത് വ്യത്യസ്തതകൾക്കിടയിലുള്ള ഐക്യബോധമാണ്. അതുകൊണ്ട് ജനാധിപത്യം മെജോറിറ്റേറിയനിസം അല്ലാതാവുന്നത് അവിടെ വച്ചാണ്. ഏറെപ്പേർ ഒരേ പാറ്റേണിലുണ്ടാവുകയും ഒരേ പാറ്റേണിലുള്ളവരെല്ലാം കൂടി ചേർന്ന് ഒരു ജീവിതക്രമത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നതിൻ്റെ പേര് ജനാധിപത്യം എന്നല്ല, അത് മെജോറിറ്റേറിയനിസം എന്നാണ്. ഇന്ന് ജനാധിപത്യത്തിൻ്റെ മറപറ്റി ഇന്ത്യയിൽ നിൽക്കുന്നത് വാസ്തവത്തിൽ ഇതാണ്. ജനാധിപത്യത്തിൻ്റെ കാതൽ വാസ്തവത്തിൽ അതല്ല. അത് പണ്ട് റസൽ പറഞ്ഞൊരു ചെറിയ വാക്യമാണ്, ഇറ്റ് ഈസ് ദ കൺസേൺ ഫോർ ദ അതർ എന്നതാണ്. അപരത്തെക്കുറിച്ചുള്ള കരുതലാണ്. എപ്പോഴാണ് അപരം നിലവിൽ വരുന്നത്? സെൽഫിൻ്റെ റെപ്ലിക്കയായി, ആത്മത്തിൻ്റെ പകർപ്പ് പോലെ അനേകം അനന്താത്മങ്ങൾ നിലവിൽ വരലല്ല. എൻ്റെ പകർപ്പായി തീരുന്ന അപരമല്ല, എന്നിൽ നിന്ന് ഭിന്നമായി തീരുന്ന അപരം. ഡിഫറൻസിലാണ് വാസ്തവത്തിൽ അപരത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം. ഈ ഡിഫറൻസിനെ, വ്യത്യസ്തതകളെ, അതിൻ്റെ സിംഗുലാരിറ്റിയെ നിലനിർത്തിക്കൊണ്ട് അതിനോട് നാം പുലർത്തുന്ന സ്നേഹാനുഭൂതിയുടെ മണ്ഡലത്തെ കൂടിയാണ് വാസ്തവത്തിൽ മൈത്രി എന്ന് അദ്ദേഹം പറയുന്നത്. ഈ മൈത്രി കേവലമായ ഒരു സൗഹൃദഭാവമോ കേവലമായ കരുണയോ അല്ല എന്ന കാര്യവും അംബേദ്കർ പറയുന്നുണ്ട്. അതുകൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. 4 ഘടകങ്ങളുടെ സംയോജിത സ്ഥാനമാണ് മൈത്രി എന്ന് അദ്ദേഹം പറയുന്നു. അതിലൊന്ന് സംശയരഹിതമായും വിജ്ഞാനമാണ്. വിജ്ഞാനം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് വിജ്ഞാനം പാണ്ഡിത്യമല്ല, പെഡാൻട്രി ആയി തീർന്നിട്ടുള്ള വിജ്ഞാനമല്ല, പ്രജ്ഞയായി തീർന്നതാണ്. പ്രജ്ഞ എന്നതിനെ വേണമെങ്കിൽ നമുക്ക് വിവേകം എന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താം.
വിവേകമായി തീർന്നതാണ്. എങ്ങനെയാണ് അറിവ് വിവേകമായി തീരുന്നത്? രണ്ട് ഘടകങ്ങളുടെ ചേർച്ചയിലാണ്. ഒന്ന്, അത് കാരുണ്യത്താൽ പ്രചോദിതമാകണം, അതിൻ്റെ പ്രചോദനം കരുണയായിരിക്കണം. രണ്ട്, അത് നയിക്കപ്പെടുന്നത് ധാർമ്മികതയാലായിരിക്കണം. അങ്ങനെ ധാർമ്മികതയാൽ നയിക്കപ്പെടുകയും കാരുണ്യത്താൽ പ്രചോദിതമാവുകയും ചെയ്യുന്ന വിജ്ഞാനമാണ് പ്രജ്ഞയായിത്തീരുന്നത്. ഈ പ്രജ്ഞയാണ് മൈത്രിയുടെ ആധാരം. അതല്ലാതെ മൈത്രി എന്നത് വ്യക്തികൾ വളരെ പ്രാഥമികമായി പുലർത്തുന്ന ഒരു സൗഹൃദ ബന്ധമല്ല. പ്രാപഞ്ചിക വ്യാപ്തിയുള്ളൊരു അനുഭൂതിയായിരിക്കെ തന്നെ ആ അനുഭൂതിയുടെ ആധാരത്തിൽ വാസ്തവത്തിൽ കരുണയുടെ, അറിവിൻ്റെ, അതുപോലെ തന്നെ ധാർമ്മികതയുടെ വലിയ ഒരു അടിപ്പട ഉണ്ടാവണം. ഞാനൊരു സമകാലിക സന്ദർഭം ചൂണ്ടിക്കാണിക്കാം. സമകാലിക സന്ദർഭമല്ല, അടുത്ത കാലത്ത് വന്ന ഓപ്പൺഹൈമർ എന്നുള്ള സിനിമയിൽ ഓപ്പൺഹൈമർ ആറ്റം ബോംബിൻ്റെ സൂത്രവാക്യങ്ങളൊക്കെ എഴുതി തയ്യാറാക്കി അതുമായി ഐൻസ്റ്റൈനെ ചെന്ന് കാണുകയും ഐൻസ്റ്റൈൻ അത് വായിക്കാൻ കൊടുക്കുകയും ഐൻസ്റ്റൈൻ അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ മടങ്ങിപ്പോവുകയും ചെയ്യുന്ന സമയത്ത് ഐൻസ്റ്റൈൻ ഇതെല്ലാം നോക്കിയിട്ട് തിരിഞ്ഞു നടക്കുന്ന ഓപ്പൺഹൈമറുടെ തോളത്ത് തട്ടി വിളിച്ചിട്ട് ഈ കടലാസ് തിരിച്ചു കൊടുത്തിട്ട് ഒരു വാക്യം പറയുന്നുണ്ട്: ദിസ് ഈസ് നോട്ട് മൈൻ, ഇതെൻ്റെതല്ല. ആണവോർജം E=mc² എൻ്റെതാണ്, പക്ഷെ ബോംബ് നിങ്ങളുടേതാണ്. ഈ വിവേകത്തിൻ്റെ പേരാണ് പ്രജ്ഞ എന്നത്. ഇത് രണ്ടും ഒന്നാണെന്ന് നിങ്ങൾക്ക് ധരിക്കാം. ഐൻസ്റ്റൈൻ്റെ തത്വത്തിൽ നിന്നുണ്ടാക്കിയതാണ് ബോംബെന്ന് കരുതാം. ഐൻസ്റ്റൈൻ പക്ഷെ നിഷേധിക്കുന്നുണ്ട്, ദിസ് ഈസ് നോട്ട് മൈൻ. ഞാൻ പറഞ്ഞത് അറിവെന്ന് പറയുന്നത് പാണ്ഡിത്യമായി തീരുന്നതും അറിവെന്ന് പറയുന്നത് വിവേകമായി, പ്രജ്ഞയായി തീരുന്നതും എപ്പോഴാണ്? അറിവിനെ നയിക്കാൻ കാരുണ്യവും, അറിവിനെ പ്രചോദിപ്പിക്കാൻ കാരുണ്യവും, അറിവിനെ നയിക്കാൻ ധാർമ്മികതയും. ശീലം എന്ന് പറയുന്ന ബുദ്ധമതത്തിലെ 10 പാരമിതങ്ങളിൽ ഒന്നാണ് ശീലം. ശീലത്താൽ നയിക്കപ്പെടുകയും കരുണയാൽ പ്രചോദിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന വിജ്ഞാനമാണ് പ്രജ്ഞയായിത്തീരുക. ആ പ്രജ്ഞയാണ് മൈത്രിയുടെ ആധാരം. അങ്ങനെ അറിവിനെയും കരുണയെയും ധാർമ്മികതയെയും സമുന്നതമായ സ്നേഹസാഹോദര്യങ്ങളുടെ ഭാവത്തെയും ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ ആധാരശിലയാക്കി മാറ്റിയെടുക്കുക എന്ന വിപുലമായ ഒരു രാഷ്ട്രീയ കാര്യ പരിപാടിയായിട്ടാണ് വാസ്തവത്തിൽ മൈത്രി എന്ന സങ്കല്പത്തെ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത്. നിർഭാഗ്യവശാൽ ആ വാക്കിൻ്റെ ചരിത്ര പരിണാമങ്ങളോ അതിൻ്റെ രാഷ്ട്രീയ ധ്വനികളോ നമ്മുടെ ആലോചനകളിൽ കാര്യമായിട്ടൊന്നും വരാതിരുന്നത് കൊണ്ട് ഇത് ഏതോ പ്രാചീന കാലത്തെ ഒരാശയമായിട്ട് മാറിത്തീർന്നു. ജോൺ ഡ്യൂയിയാണ് അംബേദ്കർ ഏറ്റവും കൂടുതൽ പിൻപറ്റിയിരുന്നത്. ജോൺ ഡ്യൂയിൽ നിന്നാണ് അദ്ദേഹം ഡെമോക്രസിയെ ഒരു റാഡിക്കൽ എത്തിക്കൽ പൊസിഷനായിട്ട് മാറ്റാം എന്ന ആശയത്തിലേക്ക് എത്തിച്ചേരുന്നത്. പക്ഷേ ഡ്യൂയിയുടെ ആശയങ്ങൾ അതേപടി സ്വീകരിക്കുന്നതിന് പകരം ബൗദ്ധമായ ഒരു പാരമ്പര്യത്തിൽ നിന്ന് അദ്ദേഹം അതിനെ പുനഃക്രമീകരിക്കാൻ ശ്രമിച്ചു. അതിനും ഒരു കാരണമുള്ളത് 2000-3000 വർഷം പഴക്കമുള്ള ഇന്ത്യൻ ബ്രാഹ്മണ്യത്തെ ചലഞ്ച് ചെയ്യാൻ, ഇന്ത്യയുടെ സാമൂഹ്യ ജീവിതത്തിൽ തന്നെ വേരാഴ്ത്തി നിൽക്കുന്നതും അത്ര തന്നെ ബലിഷ്ഠവുമായ ഒരു എതിർ പാരമ്പര്യം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് അംബേദ്കർ കരുതിയത് കൊണ്ട് കൂടിയാണ് ബൗദ്ധമായ ഒരടിസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാനും ധാർമ്മികത എന്നതിനെ ഒരു രാഷ്ട്രീയ രൂപമാക്കി മാറ്റാനും അംബേദ്കർ ശ്രമിക്കുന്നത്. അതിൻ്റെ ആധാര തത്വമായിരുന്നു മൈത്രി എന്ന സങ്കല്പം. ഒരുപക്ഷേ ദുരധികാരവും ഫാസിസ്റ്റ് നൃശംസതകളും വിദ്വേഷവും അവരോടുള്ള വെറുപ്പുമൊക്കെ സാർവത്രികമായി പടരുന്ന നമ്മുടെ കാലത്തെ അഭിമുഖീകരിക്കാൻ നമുക്ക് കൈവന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ആശയങ്ങളിലൊന്നായി മൈത്രിയെ കാണാനാകും എന്നാണ് ഞാൻ കരുതുന്നത്. നമസ്കാരം. ഇവിടെ ഇപ്പം ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്ന അംബേദ്കർ മൈത്രി എന്ന രാഷ്ട്രീയ ഭാവനയുമാണ്. പക്ഷേ ഇപ്പം വിദ്യാലയങ്ങളിലാണെങ്കിലും അല്ലാതെയും കുട്ടികൾ തമ്മിൽ മൈത്രി എന്ന ഒരു ഭാവന ഇല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം ഈ ഒരു മൈത്രി എന്നത് തുടങ്ങേണ്ടത് കുടുംബങ്ങളിൽ നിന്നല്ലേ? ഒരു അച്ഛൻ, അമ്മ, മക്കൾ എന്ന് പറയുന്ന അവിടെ നിന്നല്ലേ മൈത്രി തുടങ്ങേണ്ടത്? കുടുംബങ്ങളിൽ നിന്ന് നിശ്ചയമായിട്ടും. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടുംബം എന്ന് പറയുന്നത് തന്നെ വാസ്തവത്തിൽ ഒരു വൈലോപ്പിള്ളിയുടെ പഴയ ഭാഷയിൽ പറഞ്ഞാൽ നിയമം നിറവേറ്റൽ എത്ര നയം, എത്ര അഭിനയം, എത്രയാണ് ഈ ദാമ്പത്യത്തിൽ കുഴിച്ചു കുഴിച്ച് നാം അനിഷ്ടസ്മൃതികൾ തന്നെ അഴുക്ക് വരതിച്ചെന്ന് എത്തുന്നു നരകത്തിൽ എന്നാണ് വൈലോപ്പിള്ളി പണ്ട് എഴുതിയത്. വലിയ വ്യത്യാസമൊന്നും ഇപ്പോഴും വന്നിട്ടില്ല. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്നൊരു ബോംബ് പോലെയായ കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. വാസ്തവത്തിൽ കുടുംബങ്ങളിലെ ജനാധിപത്യം എന്നത് നമ്മുടെ സാമൂഹ്യ ശരീരത്തിൻ്റെ ജനാധിപത്യവൽക്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്.
ഇന്ന് ഞാൻ കരുതുന്നത് കേരളത്തിൻ്റെ സാമൂഹിക യാഥാസ്ഥിതികത്വത്തിൻ്റെ പാർപ്പിടങ്ങളിലൊന്ന് തന്നെ കുടുംബങ്ങളാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം നവോത്ഥാനമൊക്കെ രൂപപ്പെടുത്തിയെന്ന് പറയുന്ന കുടുംബഘടനയ്ക്കുള്ളിലേക്ക് പിന്നീട് ജനാധിപത്യത്തിൻ്റെയോ സമഭാവനയുടെയോ വെളിച്ചം കടത്തിവിടാനായിട്ട് പൊതുവെ കേരളത്തിന് കഴിഞ്ഞിട്ടില്ല. കേരളത്തിലെ ഏതെങ്കിലും സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനം കഴിഞ്ഞ നൂറ്റാണ്ടിനിടയിൽ എപ്പോഴെങ്കിലും കുടുംബത്തിൻ്റെ ഘടനാപരമായ പരിഷ്കരണത്തിന് വേണ്ടിയുള്ള നിർണായകമായ ഒരു ചുവടും വച്ചിട്ടില്ല. കേരളം ഇന്ന് നേരിടുന്ന യാഥാസ്ഥിതികത്വത്തിൻ്റെ, വലതുപക്ഷവൽക്കരണത്തിൻ്റെ, ആചാരഭ്രാന്തിൻ്റെ ഒക്കെ അടിസ്ഥാനങ്ങളിലൊന്ന് അതാണ്. ഞങ്ങളുടെ സർവകലാശാലയിൽ വൈസ് ചാൻസലറായിരുന്ന പ്രൊഫസർ KN പണിക്കർ പണ്ട് പറയുമായിരുന്നൊരു ഫലിതം എന്താണെന്ന് വെച്ചാൽ, ഫലിതമല്ല വസ്തുതയാണ്. അദ്ദേഹം പറയും, നമ്മൾ വീട്ടിലേക്ക് കയറുന്നത്, നമ്മൾ കുടുംബത്തിലേക്ക് കയറുന്നത് ചെരുപ്പ് ഊരി കയറുന്നത് പോലെയാണ് എന്ന് അദ്ദേഹം പറയും, മൂല്യങ്ങളെ സംബന്ധിച്ച്. കാരണം പുറത്തെല്ലാം ചെരുപ്പിട്ട് നടക്കുകയും വീടിനകത്ത് ചെരുപ്പ് ഊരി കയറുകയും ചെയ്യുന്നത് പോലെ നാം പുറത്തൊക്കെ മതനിരപേക്ഷവാദികളാണ്, വീടിനകത്ത് ഒന്നാം തരം മതവാദികളാണ്. പുറത്തെല്ലാം നമ്മൾ ജാതി വിരുദ്ധരാണ്, വീടിനകത്ത് ഒന്നാം തരം ജാതിവാദികളാണ്. പുറത്ത് നമ്മളെല്ലാ ആചാരത്തിനും എതിരാണ്, അകത്ത് എല്ലാ ആചാരവും കൂടെ ഉണ്ട്. KGSൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പുറത്ത് ലെനിനും അകത്ത് പൂന്താനവും എന്നത് നമ്മുടെ ഒരു ജീവിത രീതിയായി മാറി. ഞാനതൊരു കുറ്റമായിട്ട് പറയല്ല. പക്ഷേ ഇങ്ങനെ നാം ഒളിച്ചു വച്ച ഈ ആചാരഭ്രാന്തും മതവും ജാതീയതയുമൊക്കെ ഇന്ന് കുടം തുറന്നു വന്ന ഭൂതങ്ങളായി തീരുകയും നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ വിഴുങ്ങുന്ന ശക്തികളായി മാറുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ മാത്രം പ്രശ്നമല്ല, വാസ്തവത്തിൽ ഒരു കുഞ്ഞാണ് ചോദിച്ചതെങ്കിലും ആ ചോദ്യം വളരെ വലിയ ചോദ്യമാണ്. എനിക്കൊരു സംശയമുള്ളത്, ഹീനയാനിസവും മഹായാനിസവും ശരിക്കും ആൻഡ്രോസെൻട്രിക് അല്ലെങ്കിൽ പാട്രിയാർക്കൽ അഥവാ പുരുഷ കേന്ദ്രീകൃത മുന്നേറ്റങ്ങളായിരുന്നു. മൂന്നാമത് വന്ന വജ്രയാനിസം ശരിക്കും നേരെ മറിച്ച് ഗൈനോസെൻട്രിക് ആയിരുന്നു, കൂടുതൽ സ്ത്രീ കേന്ദ്രീകൃതമായിരുന്നു. അതിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നത് അടിസ്ഥാന വർഗത്തെ, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന അടിസ്ഥാന വർഗത്തെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ വജ്രയാനിസം എന്ന് പറയുന്നൊരു മുന്നേറ്റം ഉണ്ടാകുന്നത്. സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ ജീവിച്ചിരുന്നവരാണ് വജ്രയാനിസത്തിലേക്ക്, ബുദ്ധ ദർശനത്തിലേക്ക് വരുന്നത്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നവയാനം രൂപീകരിച്ചപ്പോൾ അംബേദ്കറിന് ഈ 3 യാനങ്ങളിൽ ഏത് യാനത്തോടായിരുന്നു കൂടുതൽ ആഭിമുഖ്യം? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, വജ്രയാനിസത്തിൽ നിന്ന് നമുക്ക് അനുഷ്ഠാനങ്ങളെയും ദാർശനികരെയും മാറ്റി നിർത്തിയാൽ നമുക്ക് മാർക്സിസത്തിലേക്കും കമ്മ്യൂണിസ്റ്റിലേക്കും ഒരു പാത വെട്ടിക്കൂടെ? അതിൽ ആദ്യത്തേതിൽ വ്യക്തിപരമായി പറഞ്ഞാൽ പരമ്പരാഗതമായ ബുദ്ധ പാരമ്പര്യങ്ങൾ ഏതെങ്കിലും ഒന്നിനോട് പ്രത്യേകമായ ഒരു പ്രതിപത്തി അംബേദ്കർ വച്ച് പുലർത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അത് ഹീനയാനം, മഹായാനം, വജ്രയാനം മുതലായ അവയുടെ സമീപന രീതികളോട് മാത്രമല്ല, മറിച്ച് ബുദ്ധമതത്തിലെ ആധാര തത്വങ്ങളോട് തന്നെ അംബേദ്കർ ചില ഭാഗത്ത് വിയോജിക്കുന്നുണ്ട്. ഇപ്പോൾ സംഘം എന്ന ആശയം, അല്ലെങ്കിൽ പരിവ്രാജകത്വം എന്ന ആശയം, ദുഃഖമാണ് ജീവിതത്തിൻ്റെ ആധാര തത്വം എന്ന 4 ആര്യസത്യങ്ങളിൽ ഒന്നാമത്തേത് ദുഃഖമാണല്ലോ. ആ കാരണം അത് ഇതിനോടൊക്കെ, അതുപോലെ ഭിക്ഷു സങ്കല്പം, ഭിക്ഷു എന്ന് പറയുന്നത് സാമൂഹിക വിമർശകനാണ്, അതല്ലാതെ ജീവൻ മുക്തിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു പരിത്യാഗിയല്ല എന്ന പൊസിഷനാണ് അംബേദ്കർ എടുക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഭിക്ഷു എന്നതിനെ സംബന്ധിക്കുന്ന ബുദ്ധമതത്തിൻ്റെ ആധാര തത്വത്തെ തന്നെ അംബേദ്കർ വാസ്തവത്തിൽ നിരസിക്കുന്നുണ്ട്. അത് ഈ ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മയുടെ ആമുഖത്തിൽ അദ്ദേഹം 4 അടിസ്ഥാന തത്വങ്ങൾ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് തൻ്റെ കൃതി അവതരിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പുറമേ കാണുന്ന ആചാരപരമായ അംശങ്ങൾക്കപ്പുറം ചില അടിസ്ഥാന ആശയങ്ങളോട് തന്നെ അദ്ദേഹം വിയോജിക്കുന്നുണ്ട് എന്നതാണ് കാണാൻ പറ്റുക. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇതിലൊന്നും നിൽക്കാതെ നവയാനം എന്ന നിലയിൽ, ഒരു സോഷ്യൽ റവല്യൂഷൻ്റെ ഒരാധാരം എന്ന നിലയിലാണ് അദ്ദേഹം ബുദ്ധമതത്തിൻ്റെ ഒരു സംഗതിയെ കാണുന്നത്. അതാകട്ടെ ജാതീയ ചെറുക്കാനായി ഇന്ത്യയിൽ നിന്ന് സ്വീകരിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരമ്പര്യം ബുദ്ധമതത്തിൻ്റേതാണ് എന്ന സങ്കല്പത്തിലും ആണ്. മറ്റേതെങ്കിലും ഒരു പാരമ്പര്യത്തോട് അദ്ദേഹം പ്രത്യേകമായ ഒരു പ്രതിപത്തി പുലർത്തിയതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഒരുപക്ഷെ കൂടുതൽ അന്വേഷിച്ചാൽ കാണാൻ പറ്റും. രണ്ടാമത് പറഞ്ഞ കാര്യം വാസ്തവത്തിൽ കുറേ പേര് ഇന്ത്യയിൽ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ സാങ്കൃത്യായൻ ആ നിലയിൽ ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ധർമാനന്ദ് ഗോസാംബി ആലോചിക്കുന്നുണ്ട്, ചിലയിടങ്ങളിൽ ദേവിപ്രസാദ് ചതോപാധ്യായ ആലോചിക്കുന്നുണ്ട്. അതായത് ബുദ്ധമതത്തിലെ ഇപ്പം അനാത്മമായ ബുദ്ധമതമാണല്ലോ, അനാത്മമാണ്, അതുകൊണ്ട് ബ്രാഹ്മണ വിരുദ്ധമാണ്, ജാതി വിരുദ്ധമാണ്, ദൈവവിരുദ്ധമാണ്.
ഇത്തരമൊരു ആശയത്തെ ഒരു പടി കൂടി മുമ്പോട്ട് വച്ചാൽ ഒരുപക്ഷെ സോഷ്യലിസ്റ്റ് ആശയങ്ങളിലേക്കും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലേക്കും എത്തിച്ചേരാൻ കഴിയും. അംബേദ്കർ തന്നെ മാർക്സ് ആൻഡ് ബുദ്ധ എന്നിടത്ത് പറയുന്ന ഒരു കാര്യം, ഈ ഹിംസ എന്ന സങ്കല്പത്തെ ഒഴിവാക്കിയാൽ തൻ്റെ ബൗദ്ധ ദർശനവും കമ്മ്യൂണിസവും തമ്മിൽ വ്യത്യാസമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഹിംസയുടെ കാര്യത്തിൽ അദ്ദേഹം വളരെ വ്യത്യാസം പറയുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് വിമർശകനായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഉന്നൽ ഈ ഹിംസ എന്ന സങ്കല്പം മാറ്റിവെച്ചാൽ വാസ്തവത്തിൽ താൻ പറയുന്ന ബുദ്ധ പാരമ്പര്യം കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം തന്നെയാണ്, ആശയം തന്നെയാണ് എന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്.